നമസ്കാരം. സാംസ്കാരിക നായകരോടുള്ള ബി.ജെ.പിയുടെ വിദ്വേഷം അടങ്ങുന്നില്ല. ബി.ജെ.പിയുടെ സംസ്ഥാന കൗൺസിലിൽ സാംസ്കാരിക നായകർക്കെതിരെ പ്രമേയവും പാസാക്കി. കമലിനെതിരെയും എം.ഡിക്കെതിരെയും തുടരുന്ന അതേ നിലപാട് മറ്റ് സാംസ്കാരിക നായകരിലേക്കും വരുന്നുവോ എന്ന ആശങ്ക ഉടലെടുക്കുകയാണ്. ഈ വിഷയം ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നു. കേരളത്തിലെ സാംസ്കാരിക നായകർക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബി.ജെ.പിയുടെ രാഷ്ട്രീയ പ്രമേയം. പുരസ്കാരങ്ങൾക്ക് മുൻപിൽ സാംസ്കാരിക നായകർ മനുഷ്യത്വം പണയം വയ്ക്കുന്നുവെന്നും ഇവരുടെ നീതിബോധം കേരളീയ സമൂഹം വിലയിരുത്തണമെന്നുമാണ് പ്രമേയത്തിലെ പരാമർശം. യു.ഡി.എഫ് സർക്കാരിന്റെ അനാസ്ഥയെ തുടർന്നുണ്ടായ ഭക്ഷ്യ പ്രതിസന്ധി ഇടത് സർക്കാരിനെതിരായ പ്രക്ഷോഭം ആയുധമാക്കാനും ആഹ്വാനം. പത്മനാഭനെതിരെ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിട്ടും നടപടിയെടുക്കാൻ കഴിയാതെ പോയതിൽ ഇടഞ്ഞു നിൽക്കുന്ന RSSനെ അനുനയിപ്പിക്കാനാണ് കേരളത്തിലെ സാംസ്കാരിക നായകർക്കെതിരെ ബി.ജെ.പി രാഷ്ട്രീയ പ്രമേയത്തിലൂടെ വാളോങ്ങുന്നത്. എം.ടിയെയും കമലിനെയും കടന്നാക്രമിച്ച A.N. രാധാകൃഷ്ണന്റെ നിലപാടിനെയാണ് രാഷ്ട്രീയ പ്രമേയം പരോക്ഷമായി പിന്തുണയ്ക്കുന്നത്. ഒപ്പം CKPക്കെതിരെയുള്ള താക്കീതും. മോഡിയെ എതിർക്കുന്നവർ എന്നും സംഘപരിവാരത്തിന്റെ കണ്ണിലെ കരടാണെന്ന് ബി.ജെ.പി ജനറൽ സെക്രട്ടറി M.T. രമേശ് അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയം നൽകുന്ന സന്ദേശം. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ സാമ്പത്തിക പരിഷ്കരണത്തെ അപവാദം പ്രചരണം കൊണ്ട് CPMന്റെ നാവുകളായി മാറി തടയാൻ പരിശ്രമിച്ചവരോട് കേരളത്തിന് ചോദിക്കാനുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അവരുടെ ശബ്ദം കേരളം കേൾക്കണമെന്ന് ആഗ്രഹിച്ച നിമിഷങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ നിമിഷങ്ങളിൽ വായില്ലാ കുന്നിലപ്പന്മാരെ പോലെ എഴുത്തുപുരയുടെ അകത്തളങ്ങളിൽ കയറി മൗനിബാബയുടെ മകുടം ചൂടാൻ തയ്യാറായിട്ടുള്ള സാഹിത്യ നായകന്മാർ നരേന്ദ്രമോദിയുടെ രക്തത്തിനു വേണ്ടി ഇന്നിറങ്ങുന്നത് ആരെ പ്രീതിപ്പെടുത്താനാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്ന് ബഹുമാനപൂർവ്വം അവർ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവാർഡുകളും പുരസ്കാരങ്ങളുടെയും മുൻപിൽ മനുഷ്യത്വവും ധാർമ്മികതയും പണയം വെക്കുന്നവരാണ് സാംസ്കാരിക നായകർ. ഇവരുടെ നീതിബോധം സാംസ്കാരിക കേരളം വിലയിരുത്തുമെന്ന് ബി.ജെ.പിയുടെ രാഷ്ട്രീയ പ്രമേയം പറയുന്നു. ഭക്ഷ്യഭദ്രതാ നിയമം കേരളത്തിൽ നടപ്പാക്കാൻ കഴിയാത്തത് ഉമ്മൻചാണ്ടി നേതൃത്വം നൽകിയ UDF സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന് ചൂണ്ടിക്കാട്ടുന്ന പ്രമേയത്തിൽ ഭക്ഷ്യപ്രതിസന്ധി ഇടതു സർക്കാരിനെതിരായ പ്രചരണമാക്കി മാറ്റാനും അതുവഴി പ്രക്ഷോഭം നടത്താനുമാണ് ആഹ്വാനം ചെയ്യുന്നത്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. സാഹിത്യകാരന്മാർക്ക് നേരെയുള്ള വൈര്യനിരാധന ബുദ്ധിയോടുകൂടിയുള്ള ഇടപെടൽ വീണ്ടും ബി.ജെ.പിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുകയാണ്. ചർച്ചയിൽ നമ്മോടൊപ്പം ബി.ജെ.പി നേതാവ് രാധാകൃഷ്ണ മേനോൻ, KL മോഹനവർമ്മ, KEN, വിശ്വഭദ്രാനന്ദ ശക്തിബോധി തുടങ്ങിയവരും തത്സമയം പങ്കുചേരും. അതിഥികളിലേക്ക് എത്തും മുമ്പ് ചെറിയൊരു ഇടവേളയിലേക്ക്. ശ്രീ രാധാകൃഷ്ണ മേനോനിലേക്ക്, ബി.ജെ.പി നേതാവ്. ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഇന്ന് രാഷ്ട്രീയകാര്യ പ്രമേയത്തിലാണ് വളരെ സുപ്രധാനമായ ഒരു പരാമർശം, അപകടകരമായ പരാമർശം നടത്തിയിരിക്കുന്നത്. അതായത് പുരസ്കാരങ്ങൾക്ക് വേണ്ടി മനുഷ്യത്വം പണയം വെച്ചവരാണ് സാഹിത്യ നായകന്മാർ. വളരെ അപകടകരമെന്ന് തോന്നുന്ന തരത്തിലേക്ക് ഈ ഒരു പ്രസ്താവന നടത്താനുള്ള ഗൗരവമുള്ള ഒരു വേദിയിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊരു പ്രസ്താവന M.T. രമേശിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി? വളരെ ഗൗരവപൂർവം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത പ്രമേയത്തിൽ വന്ന ഒരു വാചകമാണ് ഇവിടെ പരാമർശിച്ചത്. അതെ, തീർച്ചയായിട്ടും അങ്ങനെ പരാമർശിക്കേണ്ട സാഹചര്യം ഇന്ന് കേരളത്തിൽ നിലവിലുണ്ട്. കാരണം ഈ സമ്മേളനം നടന്നത് കോട്ടയത്താണ്. കോട്ടയത്ത് പുലയക്കുടിൽ എന്നെഴുതി വെച്ച ഒരു പ്രത്യേക മുറിയിൽ പട്ടികജാതിക്കാരനെ തുടർച്ചയായി കൊണ്ടുപോയി പീഡിപ്പിച്ചിട്ട് അതിനെക്കുറിച്ച് പരാമർശിക്കാൻ ഈ നാട്ടിലെ ഒരു സാഹിത്യകാരന്മാരും തയ്യാറായില്ല എന്ന യാഥാർത്ഥ്യം കോട്ടയത്തുണ്ട്. അതേപോലെ തന്നെ അനേകം സംഭവങ്ങൾ. പാലക്കാട്ട് ഒരു കുടുംബത്തെ മുഴുവൻ ചുട്ടുകൊല്ലുന്ന സംഭവം ഉണ്ടായിരിക്കുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സ്ത്രീയും ഒരു പുരുഷനും കമ്മ്യൂണിസ്റ്റുകാരുടെ അക്രമത്തിൽ തീയിൽപ്പെട്ട് മരിച്ചിരിക്കുന്നു. അല്ലാതെ ഒരുപാട് കൊലപാതകങ്ങൾ ഇവിടെ ഉണ്ടായി. ആ കുടുംബത്തിലെ മറ്റുള്ള ആളുകൾ ഇപ്പോൾ മരണത്തോട് മല്ലടിക്കുന്നു. ഇത്തരം തുടർച്ചയായ സംഭവങ്ങൾ നമുക്കറിയാം. ഇതിനു മുമ്പ് പാപ്പനശ്ശേരിയിൽ പാമ്പിനെയും പഴുതാരയെയും ചുട്ടുകൊന്നവരാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ. അപ്പം ഇങ്ങനെയുള്ള അനേകം സംഭവങ്ങൾ കേരളത്തിൽ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സാഹിത്യകാരന്മാരുടെ നേരെ ഉണ്ടായ അക്രമം ആദ്യത്തെ സംഭവമാണോ? സക്കറിയായെ പയ്യന്നൂരിൽ ഭീകരമായി സ്റ്റേജിൽ കയറി ആക്രമിച്ച സംഭവം ഉണ്ടായപ്പോൾ ഇന്ന് ഈ സംഭവത്തിന് വേണ്ടി എന്തോ പ്രത്യേക ഫേസ്ബുക്കിലോ പോസ്റ്റാണോ അതോ പ്രസ്താവനയാണോ എന്ന് മനസ്സിലായാലും മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം ഞാൻ കണ്ടു. അന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയാണ്. ആ പാർട്ടി സെക്രട്ടറി പരസ്യമായി സക്കറിയായെ ആക്രമിച്ചതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ CR നീലകണ്ഠനെ ആക്രമിച്ച സംഭവം കോഴിക്കോട് ജില്ലയിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായപ്പോൾ അതിനെ ന്യായീകരിച്ച സംഭവമുണ്ടായി.
അപ്പം ഇങ്ങനെയെല്ലാമുള്ള എന്തിന് ക്രിസ്തീയ പുരോഹിതനെ ക്രിസ്തു മതവിശ്വാസികൾ അവരുടെ ദൈവപുത്രൻ്റെ പ്രതിപുരുഷനായി കാണുന്ന ഒരു വ്യക്തിയെ നികൃഷ്ടജീവി എന്ന് പരസ്യമായി ആക്ഷേപിക്കുകയും അദ്ദേഹത്തിന് നേരെ ആക്രമിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുകയും എല്ലാം ചെയ്തത് കേരളം കണ്ടതാണ്. ഒരു പത്രമാധ്യമത്തിന്റെ ഉന്നത സ്ഥാനത്തിരുന്നയാളെ എടോ ഗോപാലകൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് പരസ്യമായി ഭീഷണിപ്പെടുത്തിയത് നമ്മൾ കണ്ടതാണ്. നിരത്തുന്ന ഇത്തരം ഉദാഹരണങ്ങളിലൊന്നും സാഹിത്യകാരന്മാർ ശരിയായ രീതിയിൽ പ്രതികരിക്കാതെ മൗനം പാലിച്ചു എന്നതാണോ താങ്കളുടെ അല്ലെങ്കിൽ താങ്കളുടെ പാർട്ടിയുടെ ഇന്നത്തെ ആ ഒരു ചേതോ വികാരം, ആ കൗൺസിലിൽ ഉയർന്ന ചേതോ വികാരം? തീർച്ചയായിട്ടും ഞാൻ മടങ്ങിയെത്താം. ശ്രീ കെഎന്നിലേക്ക് പോകുന്നതിന് മുൻപ് ശ്രീ KL മോഹനവർമ്മ, താങ്കൾ ഉൾപ്പെടെയുള്ളവർ പ്രതിദാനം ചെയ്യുന്ന എഴുത്തുകാരുടെ സാഹിത്യകാരുടെ ആ ഒരു സമൂഹത്തിന് നേരെ ഉയർത്തിവിടുന്ന വാചകങ്ങളാണ്. പുരസ്കാരത്തിന് വേണ്ടി മനുഷ്യത്വം പണയം വെച്ചു. ആ കാലഘട്ടങ്ങളിൽ രാധാകൃഷ്ണ മേനോൻ നിരത്തിയ ഇത്തരം സംഭവങ്ങളിലൊക്കെ ജനകീയ ഇടപെടൽ ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്ന ഘട്ടത്തിലൊക്കെ നിങ്ങൾ മൗനം പാലിച്ചു. ഇന്നിപ്പോൾ നിങ്ങൾ ഉയർത്തുന്ന പ്രതികരണങ്ങളൊക്കെയും അതിൽ നിഗൂഢതയുണ്ട്. ആ അഭിപ്രായത്തോടെ എങ്ങനെ പ്രതികരിക്കുന്നു ശ്രീ KL മോഹനവർമ്മ? ഈ സാഹിത്യകാരന്മാരെ കുറിച്ച് അവർക്ക് അവരുടെ ചിന്തകളെക്കുറിച്ച് സാഹിത്യകാരന്മാർക്ക് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി പറയുന്നതനുസരിച്ചിട്ട് അവർ പ്രവർത്തിക്കണം, ചിന്തിക്കണം, പറയണമെന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ അതൊരു മിഥ്യാബോധമാണ്. ഒരു സംശയവുമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. രാഷ്ട്രീയ പാർട്ടിക്ക് അജണ്ട ഉണ്ട്, അവർക്ക് രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെക്കുറിച്ച് തികഞ്ഞ ബോധമുണ്ട് ചിന്താശക്തിയുള്ള എല്ലാ എഴുത്തുകാർക്കും സാഹിത്യകാരന്മാർക്കും ഒക്കെ തന്നെ. അപ്പം നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയ പാർട്ടിയുടെ ലൈനിൽ കൂടി രാഷ്ട്രീയ പാർട്ടിയുടെ അൾട്ടിമേറ്റ് എന്താണ് ചെയ്യും? ഞങ്ങൾക്ക് കൂടുതൽ വോട്ട് ബാങ്ക് വേണം, ഞങ്ങൾക്ക് ഭരണം വേണം, ഞങ്ങൾക്ക് അവർ നല്ല കാര്യമായിരിക്കും, അവർക്ക് തീർച്ചയായിട്ടും. പക്ഷേ അതിനനുസരിച്ചുള്ള രീതിയിൽ സാഹിത്യകാരന്മാരും പ്രവർത്തിക്കണമെന്നും അതിന് പ്രവർത്തിച്ചില്ലെങ്കിൽ അവർക്ക് ഇന്നാണെന്നും ഒരാളിങ്ങനെ പറയുകയാണ് ഇതാണ് കാരണമെന്നൊക്കെ പറയാൻ മാത്രം ഒരു ചൈൽഡിഷ്നെസ്സാണ്. ഞാനതിനെ മറ്റു തരത്തിൽ എടുക്കുന്നില്ല. ഇത് അവരുടെ കാഴ്ചപ്പാടിലുള്ള സാധാരണത്വമാണ്. തീർച്ചയായിട്ടും സാഹിത്യകാരന്മാരെ ശരിക്കുള്ള അവരുടെ ചിന്തകളെ ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങളുടെ പാർട്ടികളുടെ നയം മാറ്റാനുള്ള ആ തീക്ഷ്ണശൈലി രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടാവണം. ഇതെല്ലായിടും ഉണ്ടാവുന്നു. എല്ലാ കാര്യങ്ങളിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായിട്ട് പക്ഷേ സ്വന്തം രാഷ്ട്രീയത്തോടു കൂടി ജനങ്ങളെ കാണാൻ ഞങ്ങൾക്കൊക്കെ ഒരു കാര്യമുണ്ട്. ഞങ്ങൾ കഥ എഴുത്തുകാർക്കും കവിത എഴുത്തുകാർക്കും ഒക്കെ ഞങ്ങൾ ഒരുപാട് ക്യാരക്ടേഴ്സ്, ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഈ കഥാപാത്രങ്ങളൊക്കെ നിങ്ങളൊന്നും കാണാത്ത വേറെ കഥാപാത്രങ്ങളുണ്ട്. ഇവിടെ മനസ്സുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഈ എല്ലാത്തരം ഓരോ പ്രശ്നങ്ങൾക്കും അവരുടേതായ ഇത് ഞങ്ങൾക്ക് കാണാനുണ്ട്. ഞങ്ങൾ പറയുന്നത് ഞങ്ങളിപ്പോൾ മുഴുവൻ അതിനെക്കുറിച്ച് പറഞ്ഞൊന്നും വരില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നയത്തിന് നിങ്ങൾക്ക് വോട്ട് ബാങ്കിന് വേണ്ടി ഉണ്ടാക്കുന്ന രീതിയിൽ പറയണമെന്ന് പറഞ്ഞാൽ ഐ എം സോറി, നിങ്ങൾക്ക് സാഹിത്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ആ ചിന്ത തന്നെ വ്യത്യസ്തമാണ്. എന്നിട്ട് അതിനൊരു കാരണവും പറയുക. സാഹിത്യകാരന്മാർ ഇതുപോലെ എന്താ അവാർഡുകളും കാര്യങ്ങളൊക്കെ ലോകത്ത് എല്ലായിടും ഉള്ളതാണ്. ധാരാളം അവാർഡുകളുണ്ട്, പലതരത്തിലുണ്ട്. ഒരു അവാർഡിന് വേണ്ടി ഒരാൾക്ക് ഒരു അവാർഡ് കിട്ടിയെന്ന് വെച്ചുകൊണ്ട് അത് വലിയ മഹാനൊന്നും ആകുകയില്ല. സാധാരണക്കാർ അവൻ്റെ വ്യക്തിപരമായിട്ട് അവർക്ക് അഭിപ്രായമുണ്ട്, അവർക്ക് ചിന്താശക്തിയുണ്ട്, അവർക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഈ ഗ്രൂപ്പിനെ ഇങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹമില്ല. അവരെ സംബന്ധിച്ച് അവർ സ്വതന്ത്രരാണ്. ആ സ്വതന്ത്ര ചിന്തയാണ് എല്ലാവരും നയിച്ചിട്ടുള്ളത്. വളരെ പ്രശസ്തമായ ഇതൊക്കെ ഉണ്ട്. സാർത്തറെ പോലൊരാളെ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ കാരണം വലിയ വിപ്ലവം ഉണ്ടായി കഴിഞ്ഞപ്പം ചാൾസ് ഡിഗാൾ എന്താ പറഞ്ഞതെന്നറിയാം ഫ്രഞ്ച് പാർലമെൻറ്റിൽ? യു കാൺട്ട് അറസ്റ്റ് ഫ്രാൻസ് എന്നാണ് പറഞ്ഞു. യു കാൺട്ട് അറസ്റ്റ്. എല്ലാവരും പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ പറഞ്ഞു സാർത്തറെ അറസ്റ്റ് ചെയ്യാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, സാർത്തറെ യു കാൺട്ട് അറസ്റ്റ് ഫ്രാൻസ് എന്ന് പറഞ്ഞ പോലെ സാഹിത്യകാരന്മാരെ തീർച്ചയായിട്ടും അവരുടെ ഉന്നതമായ ചിന്തകളെ മനസ്സിലാക്കാനുള്ള ആ ഒരു കഴിവും കൂടെ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടായാൽ നന്നായിരുന്നു. തീർച്ചയായും. ശ്രീ KN, ഒരു പക്വതയില്ലായ്മയുടെ തലത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അവിടെ വിമർശന വിധേയമായ അഭിപ്രായങ്ങൾ എല്ലാവർക്കുമേ പറയാം, ആരെയും വിമർശിക്കാം. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ എഴുത്തുകാർക്ക് എതിരെ ഒരു പ്രമേയം പാസ്സാക്കുക രാഷ്ട്രീയ തലത്തിൽ, അത് ഗൗരവമായി കാണേണ്ട ഒരു വിഷയമല്ലേ? പ്രത്യേകിച്ച് സാംസ്കാരികത ഒക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു കുറ്റം കൊള്ളുന്ന ഒരു സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ രാഷ്ട്രീയ യോഗത്തിൽ ഒരു പ്രമേയം, ആ പ്രമേയത്തിലെ വാചകങ്ങൾ താങ്കൾ ഇന്ന് കണ്ട മാധ്യമങ്ങളിലൂടെ വായിച്ചറിഞ്ഞ ആ വാചകങ്ങൾ ഗൗരവതരമേറിയതാണോ? ഒരു അപകടത്തിൻ്റെ ലാഞ്ചന കാര്യത്തിൽ ഉണ്ടോ? താങ്കളുടെ നിലപാട് എങ്ങനെയാണ് ശ്രീ KN?
ഉണ്ടോ താങ്കൾ? ഈ പ്രസ്താവന നോക്കിക്കാണേണ്ടതുണ്ട്. ഒന്ന്, ഇത്തരമൊരു പ്രസ്താവന ഇറക്കേണ്ട ഒരവസ്ഥയിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി പരിമിതപ്പെട്ടു എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ദീർഘമായ രാഷ്ട്രീയ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. രണ്ടാമത്തേത്, നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ വളരെ അപകടകരമായ ജനാധിപത്യ വിരുദ്ധതയുടെ ഒരു ചുവടുവെപ്പാണ് നാം കാണുന്നത്. ഇത് നിരന്തരമായി അവതരിപ്പിക്കപ്പെട്ട അസഹിഷ്ണുതാപരമായ പ്രകോപനപരമായ നിരവധി പ്രസ്താവനകളുടെ ഒരു തുടർച്ചയാണ്. പക്ഷേ കേരളീയർക്ക്, മലയാളികൾക്ക് ഒരു ആശ്വാസമുണ്ടായിരുന്നു, ഗുജറാത്ത് അല്ല കേരളം. പക്ഷേ ഇന്ന് നാം തിരിച്ചറിയുകയാണ്, ഗുജറാത്ത് കളി കേരളത്തിലും ഞങ്ങൾ കളിക്കും എന്ന ഒരു ധാർഷ്ട്യമാണ് തീർച്ചയായിട്ടും സംഘപരിവാർ പ്രകടിപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്തരമൊരു പ്രയോഗം നടത്തിയിട്ടുണ്ടോ? ഈ പ്രയോഗത്തിൻ്റെ ചുരുക്കം എന്താണ്? ഏതെങ്കിലും ഒരു വ്യക്തിയല്ല, എഴുത്ത് സമൂഹത്തെ, കലാ സമൂഹത്തെ മൊത്തത്തിലാണ് പ്രത്യക്ഷത്തിൽ ഇത് ആക്ഷേപിക്കുന്നത്. പക്ഷേ അത് അവിടെ മാത്രം നിൽക്കുന്നില്ല. അത് ഇന്ത്യയിലെ, കേരളത്തിലെ മുഴുവൻ മനുഷ്യസ്നേഹികൾക്കുമെതിരായ ഒരു പ്രയോഗമാണ്. എഴുത്ത് എന്ന് പറയുന്നത് ഗബ്രിയോ ഗാർഷ്യോ മാർക്യോസൊക്കെ ചൂണ്ടിക്കാണിച്ച പോലെ ഏകാന്തതയിൽ നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. ആർക്കും ആരെയും ഒന്നുകൊണ്ടും എഴുത്തിനെ സഹായിക്കാൻ പറ്റില്ല. ആ അർത്ഥത്തിൽ വെറും പുരസ്കാരത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവരാണ് എന്ന അർത്ഥത്തിൽ ഈ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര അപകടകരമാണ്. ഞാൻ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്, ഇത് ഒരു അഭിപ്രായ പ്രകടനം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രമേയം എന്ന അടിസ്ഥാനത്തിൽ നാം ചുരുക്കി കണ്ടാൽ പോരാ. തീർച്ചയായും 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 അങ്ങനെ തന്നെയാണ് ശ്രീ KN. മറിച്ച് ഇന്ത്യയിൽ ഉടനീളം ഇവർ തുടങ്ങി വെച്ച പറഞ്ഞോളൂ പൂർത്തിയാക്കാം താങ്കൾക്ക്. ഇവർ തുടങ്ങി വെച്ച അസഹിഷ്ണുതയുടെ, ഞാൻ പറയുന്നത് വെച്ചാൽ അസഹിഷ്ണുതയെ ഭരണകൂടത്തിന്റെ മാതൃഭാഷയാക്കി മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിൽ വൈകാരികമായ വഴുക്കൽ വരുമ്പോൾ ചില വ്യക്തികളോ സംഘടനകളോ നടത്തുന്ന അസഹിഷ്ണുതയുടെ വെറും ആവർത്തനമല്ല. യെസ് തീർച്ചയായും അതാണ് ശ്രീ രാധാകൃഷ്ണ മേനോൻ. താങ്കൾക്ക് കേട്ട് കാണില്ല, താങ്കൾ എനിക്ക് തോന്നുന്നെങ്കിലും ഞാൻ അതിലെ പൊരുള്, കാരണം ഗുജറാത്തിലേക്കാൾ ഭീകരമായ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് എന്നാണ് അദ്ദേഹം പ്രകടിപ്പിച്ച, ശ്രീ KN പ്രകടിപ്പിച്ച ആ ഒരു വികാരം. ഞാൻ താങ്കളിലേക്ക് എത്തും മുമ്പ് ശ്രീ വിശ്വഭദ്രാനന്ദ ശക്തിബോധി, ഇവിടെ KN പറഞ്ഞ് ഒരു കാര്യമുണ്ട് സൂചിപ്പിച്ചത്, ഇത് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എഴുത്തുകാരെന്നത് പറഞ്ഞ ഒരു ജനതയുടെ മുഴുവൻ ഒരു പ്രതിനിധിയാണ്. അത് ആരോ എഴുത്തുകാർക്കുള്ളിൽ രാഷ്ട്രീയമുണ്ടായിരിക്കും, പക്ഷേ അതൊക്കെ നമ്മൾ എക്കാലവും അതിൻ്റെ തലങ്ങളിൽ മാത്രം നിർത്തിക്കൊണ്ട് അവരുടെയൊക്കെ തന്നെ രചനകളെ അത്രത്തോളം നെഞ്ചിലേറ്റി ഒരു കാഴ്ചപ്പാടുകൾ അങ്ങനെയാണ് കൊണ്ടുപോയത് കേരള സമൂഹത്തിൽ. ഇന്നിപ്പോൾ രാഷ്ട്രീയ പാർട്ടി ഒരു വേർതിരിവിനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഒരു പ്രമേയം ഇട്ടുകൊണ്ട് അവരെ, അതും മനുഷ്യത്വരഹിതമായ നിലപാടുകൾ സ്വീകരിച്ച വർഗം എന്ന തരത്തിലേക്ക് ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ അത് വരാൻ പോകുന്ന അപകടാവസ്ഥ എങ്ങനെ, അതും കേരളത്തിൻ്റെ ഈ പൊതുസമൂഹത്തിൽ ഇത് ചെറിയ ഒരു പ്രതികരണം എന്ന തലത്തിലേക്ക് മാത്രം കണ്ടുകൊണ്ട് തള്ളേണ്ട വിഷയമാണോ? എങ്ങനെയാണ് ഇതിന് പ്രതികരണം ഉണ്ടാകേണ്ടത്? വളരെ ഗൗരവകരമായ ഒരു പ്രസ്താവനയാണ് ഇന്ന് BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല അതിൽ കൂടെ BJP സ്വയം അപമാനിതമാവുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറയാതെ വയ്യ. അക്ഷരനഗരി എന്ന് വിളിക്കപ്പെടുന്ന കോട്ടയത്താണ് ഇന്ന് BJPയുടെ സമ്മേളനം നടന്നത്. അവിടെയാണ് ഈ പ്രസ്താവന ഉണ്ടായത്. ഇവരെ അക്ഷരങ്ങളെടുത്ത് ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യുന്ന എഴുത്തുലോകത്തെ മുഴുവൻ അപമാനിക്കുവാനാണ് അക്ഷരനഗരിയിലെ സമ്മേളനത്തെ ഉപയോഗിച്ചത്. അതിനെതിരെ മുഴുവൻ എഴുത്തുകാരും പ്രതികരിക്കണം. പ്രത്യേകിച്ച് തപസ്യ കലാസാഹിത്യവേദി എന്ന് പറയുന്നൊരു പ്രസ്ഥാനമുണ്ടല്ലോ സംഘപരിവാരത്തിന്, അതിലും ധാരാളം എഴുത്തുകാരുണ്ട്. അവർക്ക് ഇതേക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അവർ അവാർഡിന് വേണ്ടിയാണോ ഈ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്, എഴുതുന്നത് എന്നുകൂടി വ്യക്തമാക്കണം. അത് രമേഷിനോട് അവർ പറയുകയും വേണം. ഇതാണ് എൻ്റെ ആദ്യത്തെ പ്രതികരണം. തീർച്ചയായും ഞാൻ മടങ്ങിയെത്താം. ശ്രീ രാധാകൃഷ്ണ മേനോൻ,
ഇവിടെ നിങ്ങൾ ഇന്ന് ഈ പറയുന്ന പ്രമേയം പാസ്സാക്കിയത് ആർക്കെതിരെയാണ്? കാരണം നിലപാട് പറയണം. കാരണം ഒരു മുഴുവൻ വിഭാഗം എഴുത്തുകാരെന്ന് പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ വിഭാഗവും, അതിൽ BJP ഉണ്ടാകാം, സംഘപരിവാർ ഉണ്ടാകാം, ഇവരൊക്കെ ഇത്തരത്തിൽ പുരസ്കാരങ്ങൾക്ക് വേണ്ടിയാണോ ഇങ്ങനെ നിലപാടുകൾ അല്ലെങ്കിൽ പ്രതികരിക്കാതിരുന്നത്? അതാണോ BJPയുടെ ഒരു പൊതു നിലപാടാണോ ഇക്കാര്യത്തിൽ നിങ്ങൾ അറിയിച്ചത്? ആ രാഷ്ട്രീയ പ്രമേയത്തിന് പാസ്സാക്കിക്കൊണ്ട് കയ്യടി എല്ലാവരും, അവിടെ BJPയുടെ ദേശീയ ഭാരവാഹികളുണ്ട്, നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഉണ്ട്, സംസ്ഥാന അധ്യക്ഷനുണ്ട്, എല്ലാവരും കയ്യടിച്ച് പ്രമേയം പാസ്സാക്കുമ്പോൾ BJPയുടെ പൊതു നിലപാടായി ഇത് വന്നിരിക്കുകയാണ്. അവിടെ ആരെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? പേരെടുത്ത് പറയാം. കമൽ MT ഈ രണ്ടുപേരെ കുറിച്ചുള്ള ചർച്ചകൾ പൊതുമധ്യത്തിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അല്ല, ഇതില് ആ പ്രമേയത്തിൽ വളരെ കൃത്യതയോടുകൂടി തന്നെയാണ് രമേശ് ആ കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞത്. അതിന് മുൻപായി പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ, ഒരു കുടുംബത്തെ മുഴുവൻ ചുട്ടുകൊല്ലാനാണ് CPM ശ്രമിച്ചത്, 2 പേർ മരണപ്പെട്ടു, ഒരാൾ മരണത്തോട് മല്ലടിക്കുകയാണ്, രാഷ്ട്രീയ വൈരത്തിൻ്റെ പേരിൽ സ്ത്രീകളെപ്പോലും ചുട്ടുകൊല്ലുന്ന നാടായി കേരളം മാറി, ഭരണകക്ഷിയുടെ നേതൃത്വത്തിൽ സ്ത്രീയുടെ മാനവും ജീവനും തെരുവിൽ പിച്ചു ചീന്തപ്പെടുമ്പോൾ, പിഞ്ചു കുട്ടികളെപ്പോലും വേട്ടയാടുമ്പോൾ, പ്രഖ്യാപിത മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളും സാംസ്കാരിക നായകരും ദീക്ഷിക്കുന്ന മൗനം ഭയാനകമാണ്. ശ്രീ രാധാകൃഷ്ണ മേനോൻ ഒരു കാര്യം ഒന്ന് ഇടപെട്ടുകൊള്ളട്ടെ. താങ്കൾ ഈ പറയുന്ന കുറ്റം കൊള്ളുകയാണെങ്കിൽ ഞാൻ ഒറ്റ കാര്യം ചോദിച്ചു. ഉത്തരേന്ത്യയിൽ നടന്ന നരഹത്യകൾ, അവിടെ ഒരു പിഞ്ചു കുഞ്ഞിനെ ചുട്ടുകൊന്ന ദളിത് എന്ന് ആരോപിച്ച് ചുട്ടുകൊന്ന സംഭവമൊക്കെ മറന്നിട്ടില്ല. അന്നൊക്കെ ഒരുപക്ഷെ പ്രതികരണവുമായി വന്ന കൽബുർഗി എവിടെ, ഗോവിന്ദ് പൻസാര എവിടെ, നരേന്ദ്ര ദാഭോൽക്കർ എവിടെ? ഈ അന്ന് പ്രതികരിച്ച ആളുകളൊക്കെയാണ് ഈ സാഹിത്യകാരൊക്കെ. അവരുടെയൊക്കെ അവസ്ഥ എന്താണ് സാർ? അതുകൂടി താങ്കളൊന്ന് പറയുക. അല്ല, അപ്പോൾ അവർക്ക് ഉത്തരേന്ത്യയിൽ ഉണ്ടായി എന്ന് നിങ്ങൾ പറയപ്പെടുന്ന അതേ ഗതി ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ നടത്തുന്ന അക്രമങ്ങൾക്കെതിരെ പ്രതികരിച്ചാൽ ഇവിടുത്തെ സാഹിത്യനായകർക്കും ഉണ്ടാകും എന്ന് ഇവിടെ ഉള്ള സാഹിത്യനായകർ ഭയപ്പെടുന്നു എന്നാണല്ലോ. അവിടെയും വിയോജിപ്പ് പറയാം. താങ്കൾ പറയുന്ന രീതിയിൽ സാഹിത്യകാരന്മാർ ഇടപെട്ടിട്ടുണ്ട്. ഇവിടെ TP ചന്ദ്രശേഖരൻ വധക്കേസ് ഉണ്ടാകുന്ന ഘട്ടത്തിലടക്കം അവിടെ സാഹിത്യകാരന്മാർ ഈ പറയുന്ന രീതിയിൽ ഏതൊക്കെ തലം വെച്ച് പോയോ ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ ഓരോ സംഭവങ്ങളിലും ഇവിടെ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾക്കെതിരെ പ്രതികരിച്ചിട്ടുള്ള സമൂഹം തന്നെയാണ്. KL മോഹനോർമ്മ അടക്കമുള്ളവർ ആ ഒരു സമൂഹത്തിന്റെ പ്രതിനിധികളാണ്. ശ്രീ രാധാകൃഷ്ണ മേനോൻ, അല്ല, ഇവിടെ എല്ലാ ഇപ്പോൾ ഞാൻ മുമ്പേ KN എന്ത് പറഞ്ഞു എന്ന് ഞാൻ കേട്ടില്ല. ഈ കേൾക്കാത്ത കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. പറഞ്ഞ കാര്യം അതായത് ആശ്ചര്യപ്പെടേണ്ട ഒരു നിമിഷം, ഗുജറാത്തിനേക്കാൾ അധപ്പതിച്ച ഒരു രാഷ്ട്രീയ നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു ഭയപ്പാടാണ് അദ്ദേഹം. വരാൻ പോകുന്ന ഒരു അപകട സൂചനകളുടെ ഇരുളിന്റെ ആ വഴിയാണ് അദ്ദേഹം തുറന്നിട്ടത്. അവിടെയാണ് ആശങ്ക രേഖപ്പെടുത്തിയത് അദ്ദേഹം. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഈ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി കവിത എഴുതിയെന്ന് പറഞ്ഞ് വയലാർ രാമവർമ്മയുടെ മകൻ ശരത്ചന്ദ്രവർമ്മയെ ഭീഷണിപ്പെടുത്തിയ സംഭവമുണ്ടായി. ഇപ്പം ഈ ചില ആളുകൾ ഇവിടെ നിരന്തരമായി സാഹിത്യകാരന്മാരെ കേരളത്തിൽ ഭീഷണിപ്പെടുത്തി വരുതിക്ക് നിർത്തിയിരിക്കുന്നു. അവരെ ഭയപ്പെട്ടിട്ട് പ്രതികരിക്കേണ്ട കാര്യങ്ങളിൽ പ്രതികരിക്കാൻ കഴിയാത്ത ദുരവസ്ഥയിൽ കേരളത്തിലെ സാഹിത്യകാരന്മാർ എത്തി നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ എല്ലാ സാഹിത്യകാരന്മാരും അങ്ങനെ നിൽക്കുന്നു എന്നും അർത്ഥമാക്കേണ്ടതില്ല. ഇപ്പോൾ ഇത് മുഴുവൻ സാഹിത്യകാരന്മാരും അടച്ച് ഒരേ നിലപാടിൽ നിൽക്കുന്നു എന്ന് കരുതേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ അതായത് MT പറഞ്ഞ കാര്യങ്ങൾ, MTയെ ഉദ്ദേശിച്ചാണ് MT പറഞ്ഞ ആ ഘടകം, നരേന്ദ്രമോദിയെ കറൻസി വിഷയത്തിൽ നടത്തിയ വിമർശനം. ആ വിമർശനമാണ് എന്തായാലും താങ്കൾ ഇപ്പോൾ ഒരു കൂടുതൽ മൂർച്ചയോടുകൂടി മുന്നോട്ട് വയ്ക്കുന്നത്. അല്ല, MT ആയാലും കമലായാലും അവർക്കെല്ലാം വിമർശിക്കാൻ അവകാശമുണ്ട്. ആരും വിമർശിക്കാൻ പാടില്ല എന്ന അഭിപ്രായമൊന്നും BJP പറഞ്ഞിട്ടില്ല. പക്ഷെ അവരെ വിമർശിക്കാനും അവകാശമുണ്ട്. സാഹിത്യകാരന്മാരൊക്കെ വിമർശനത്തിന് അതീതരാണ്. സാഹിത്യകാരന്മാർ ഇങ്ങനെ വിമർശിക്കാൻ തക്ക കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, അവര് തെറ്റൊന്നും ചെയ്യുന്നില്ല എന്നൊന്നും പറഞ്ഞാൽ അവർ വിമർശനത്തിൽ ഇപ്പോൾ ഇത് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന രാജ്യത്തെ സാഹിത്യകാരന്മാരുടെയും പത്രമാധ്യമങ്ങളുടെയും ഒക്കെ അവസ്ഥ നമുക്കറിയാമല്ലോ. പക്ഷേ ഭാരതം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്.
ഇവിടെ പ്രധാനമന്ത്രിയെ വിമർശിക്കാൻ അവസരമുണ്ട്, പ്രതിപക്ഷ നേതാവിനെ വിമർശിക്കാൻ അവസരമുണ്ട്, രാഷ്ട്രീയ നേതാക്കളെ വിമർശിക്കാൻ അവസരമുണ്ട്. MT പറഞ്ഞ വാചകങ്ങൾ തന്നെ ആയിരിക്കാം പ്രകോപിപ്പിച്ചതെങ്കിൽ ആ വാചകങ്ങളുടെ അവസ്ഥ, അതിന്റെ മെറിറ്റ്, നമുക്കൊന്ന് അതിന്റെ മെറിറ്റ് എന്താണ് അദ്ദേഹം പറഞ്ഞ വസ്തുതയിലേക്ക് കടന്നാൽ, കറൻസി വിഷയത്തിൽ ഇത് പൊതുവിഷയങ്ങളിൽ ഒരുപക്ഷെ സാഹിത്യകാരന്മാർക്ക് പ്രതികരിച്ചാൽ അവർ രാജ്യം വിട്ടുപോകണം, അല്ലെങ്കിൽ അവരെ കൊന്നുകളയും, ഇത്തരത്തിലുള്ള പ്രാകൃത നയം, ആ നിലപാട് ശരിയാണോ? MTയുടെ പേരെടുത്ത് താങ്കൾ ആ പറഞ്ഞ വാചകങ്ങൾ ഒരു സാഹിത്യകാരൻ്റെ ഭാഷയിൽ നിന്നും പറയാൻ പറ്റുന്ന, പൊതുജനങ്ങൾ വെട്ടോട്ടം ഓടുന്ന ഒരു ഘട്ടത്തിൽ ഒരു സാഹിത്യകാരന് കൂടാത്ത അല്ലെങ്കിൽ അതിർവരമ്പുകൾ ഉണ്ടോ ശ്രീ KL മോഹനവർമ്മ? ഇത് ഈ ചർച്ചയിൽ നിന്ന് എനിക്കിപ്പോൾ തോന്നുന്നത് മിസ്റ്റർ രാധാകൃഷ്ണ മേനോനൊക്കെ പറഞ്ഞു കേട്ടാൽ തോന്നും സാഹിത്യകാരന്മാരെന്ന് പറഞ്ഞ ഒരു പാർട്ടിയാണെന്ന്. എല്ലാവരും ഒരേ തരത്തിലുള്ള, അങ്ങനല്ല. ഞങ്ങളൊക്കെ വ്യത്യസ്തരാണ്. ഞങ്ങൾക്കൊക്കെ അവരവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട്, അവരവരുടേതായ, ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അനുഭവങ്ങളെ അതിനെ അസസ് ചെയ്യാനുള്ള കഴിവുണ്ട്. വെറുതെ അല്ല. അവിടെ ഞങ്ങളെല്ലാവരും ഒരേ തരത്തിലുള്ള ചിന്തയാണെന്ന് വരില്ല. MT വാസുദേവൻ നായർക്ക് തീർച്ചയായിട്ടും ഒരു പ്രോബ്ലത്തിന് വന്നപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായ ഒരു റിയാക്ഷനാണ്. ആ റിയാക്ഷൻ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് എടുക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ അദ്ദേഹത്തിനെ പറ്റി വലിയ ആൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു ഇത് ഉണ്ടാവും. അപ്പോഴതിനെ കൗണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു പൊളിറ്റിക്കലാണ്. അതിൻ്റെ പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് എടുക്കുക എന്നുള്ളത് അത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് എടുക്കാവുന്നേ ഉള്ളൂ. അതിലൊരു എനിക്കെതിരൊന്നുമില്ല. പക്ഷേ അത് സാഹിത്യകാരന്മാരെല്ലാവരുടെയും ഇനിയും മുതൽ ഇങ്ങനെയുള്ള അഭിപ്രായം പറയണേ, ഞങ്ങൾ പറയുന്ന രീതി മാത്രമേ പറയാവൂ എന്നുള്ള ഒരു സമീപനം ഉണ്ടെങ്കിൽ അത് വളരെ ബാലിശമെന്ന് എനിക്ക് പറയാനുള്ളൂ. സാഹിത്യകാരന്മാരെ അറിയാൻ മേലാത്തതുകൊണ്ടാണ്. വല്ലവരും ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വല്ല അവാർഡിനോ വല്ലതും വന്ന് കാണും. അത് ഐ ഡോണ്ട് തിങ്ക് അത് അങ്ങനെ ഉണ്ടാകും. അതൊക്കെ സാധാരണ മനുഷ്യരല്ലേ. പക്ഷേ പൊതുവെ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പുറകെ നടക്കുന്നവരല്ല. ഞങ്ങൾക്കൊക്കെ സ്വന്തമായ രാഷ്ട്രീയം കാണും. പക്ഷേ അത് സാധാരണ ജനങ്ങളുടെ രാഷ്ട്രീയമാണ്. അത് നിങ്ങൾക്കൊക്കെ അതീതമാണ്. നിങ്ങളും തീർച്ചയായും ഞങ്ങളുടെ കൂടെ വരും. നല്ല നല്ല എഴുത്തുകാരുണ്ട്. ഇപ്പോൾ എനിക്ക് നേരിട്ടറിയാവുന്ന എൻ്റെ സുഹൃത്തുണ്ട് CV ശ്രീരാമൻ. അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയുടെ ആളായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിന് ഒരു നല്ല രാഷ്ട്രീയം ഉണ്ടായിരുന്നു. പക്ഷേ അത് വളരെ പോസിറ്റീവായിരുന്നു. പക്ഷെ മിക്കവാറുമുള്ള സാഹിത്യകാരന്മാർ രാഷ്ട്രീയത്തിലേക്ക് പോകാറില്ല. എന്താണെന്ന് വെച്ചാൽ അവർക്കത് പറ്റില്ല. ഒരു പാർട്ടിയുടെ കീഴിൽ ഇരിക്കാൻ ഒക്കില്ല അവർക്ക്. വെച്ചാൽ അവർക്ക് അതുപോലുള്ള ചിന്തകളാണ്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവർ കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാത്തിനും റിയാക്ട് ചെയ്തൊന്നും വരില്ല. റിയാക്ട് ചെയ്യുമ്പോൾ ഉടനെ അതിനൊരു അസഹിഷ്ണുത കാണിക്കുക എന്ന് പറയുന്നത് അത് ഈ രീതിയിലുള്ള ഒരു അസഹിഷ്ണുത ബാലിശമാണ്. ഒരു സംശയം, ബാലിശമെന്നേ ഞാൻ വാക്ക് ഉപയോഗിക്കുള്ളൂ. അതിന് ഞാൻ എതിർപ്പൊന്നുമല്ല, വളരെ ബാലിശമാണ്. അത് തീർച്ചയായിട്ടും ഇവിടെ നിന്നല്ല, ഒരിടത്തും അത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അത് അത്ര വിജയമാകുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ശ്രീ കെ എൻ, അതായത് അസഹിഷ്ണുത അതിൻ്റെ എല്ലാ തരങ്ങളും ഭേദിച്ച് രാജ്യത്തെ ഒരു പൊതുവിഷയമായി ഉയർന്ന ഘട്ടത്തിലൊക്കെ, ആ ഘട്ടത്തിലാണ് നരേന്ദ്രമോദിയുടെ സ്ഥാപനങ്ങളിൽ നിന്നും രാജിവെച്ച് നരേന്ദ്രമോദി അല്ലെങ്കിൽ നൽകിയ ഉപഹാരങ്ങൾ, അതിനു മുൻപേ നൽകിയ ഉപഹാരങ്ങളൊക്കെയും തിരിച്ചു കൊടുത്ത് വ്യക്തമായൊരു സന്ദേശം പാകിയ സാഹിത്യകാരന്മാർ. ആ സാഹിത്യകാരന്മാരുടെ മുഴുവൻ സമൂഹത്തെയും ഉദ്ദേശിച്ച് ആണോ ഇവർ പറഞ്ഞത്? കാരണം അതായത് ഈ പുരസ്കാരത്തിന് വേണ്ടി മനുഷ്യത്വം പണയം വെച്ചവർ. എങ്ങനെയാണ് ശ്രീ കെ എൻ ഇത് കാണേണ്ടത്? കാരണം ഇത് മൊത്തത്തിലുള്ള ഒരു BJPയുടെ സംസ്ഥാന ഘടകം പാസ്സാക്കുന്ന ഒരു പ്രമേയമാണെങ്കിൽ കൂടിയും അവിടെ ദേശീയ ഭാരവാഹികളടക്കം ഇരുന്ന് അവരുടെയും നിലപാട് അങ്ങനെ തന്നെ അവർ ആവർത്തിക്കുന്നത് കേന്ദ്രത്തിൻ്റെ കൂടി നിലപാടായി, പൊതു നിലപാടായി വരികയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അപകടാവസ്ഥ അല്ല, ഇപ്പം തന്നെ ചർച്ചക്കിടയിൽ നമ്മുടെ സുഹൃത്ത് പറഞ്ഞത് MT കമൽ എന്ന 2 പേരുകളാണ്. അതിൽ നിന്ന് തന്നെ ഈ പ്രമേയം 2 വ്യക്തികളെ കുറിച്ചാണെന്നാണ് അദ്ദേഹം തന്നെ പറയാതെ പറഞ്ഞത്. അതനുസരിച്ച് ആ പ്രമേയം തന്നെ സ്വയം റദ്ദാവുകയാണല്ലോ. 2 പേരെ വിമർശിക്കാനാണെങ്കിൽ കൃത്യമായും ആ 2 പേർക്കും മേൽവിലാസമുണ്ട്, അവരുടെ ഇടപെടലുണ്ട്. ആ അർത്ഥത്തിൽ അവരെ വിമർശിക്കാമല്ലോ. അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. അങ്ങനെ ഒന്നും ഉണ്ടാകാത്തിടത്തോളം കാലം ഇല്ല ശ്രീ കെ എൻ, അങ്ങനെ ഒന്നും ഉണ്ടാകാത്തിടത്തോളം കാലം ഇത് ഏതൊക്കെ തലങ്ങളിൽ സ്പർശിക്കണം എന്ന ചിന്തയാണ് ഒരുപക്ഷെ ഒരു അജണ്ട എന്ന രൂപത്തിലൊക്കെ ഒരുപക്ഷെ വ്യാഖ്യാനങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെയാണെങ്കിൽ കൂടി അല്ലെങ്കിൽ കൂടിയും ഇതിൽ ആരൊക്കെ സ്പർശിക്കണം, ആ ഒരു നിഗൂഢത ഇവർക്ക് ഉണ്ടോ? ആ ഒരു ലക്ഷ്യം ഇതിലുണ്ടോ? അല്ല, എഴുത്തുകാരെ കുറിച്ച് ഈ ഒരു പ്രസ്താവന നടത്തുമ്പോൾ നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞല്ലോ,
ഈ വലിയ ഭരണകൂടം വളരെ ഗംഭീരമെന്നും പവിത്രമെന്നും കരുതുന്ന ഈ പുരസ്കാരമൊന്നും ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന ഒരു സന്ദർഭം വരുമ്പോൾ ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന് തെളിയിച്ചവരാണല്ലോ കേരളത്തിലെ ഇന്ത്യയിലെ ഒക്കെ പ്രശസ്തരായ എഴുത്തുകാർ. അവർ പുരസ്കാരങ്ങളൊക്കെ തിരസ്കരിച്ചുകൊണ്ട് ജനാധിപത്യത്തോടുള്ള പക്ഷപാതം വിട്ടുവീഴ്ചയില്ലാതെ വ്യക്തമാക്കിയ മനുഷ്യരാണ്. അവരെയാണ് ഈ രീതിയിൽ പൊതുവായി ആക്ഷേപിക്കുന്നതെങ്കിൽ ആ ആക്ഷേപം നിലനിൽക്കില്ല. കാരണം അവർ ജീവിതം കൊണ്ട് തന്നെ തെളിയിച്ചു കഴിഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുടെ പുരസ്കാരങ്ങൾ ആവശ്യമില്ല എന്ന് ജീവിതം കൊണ്ട് അവർ തെളിയിച്ചു കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തത്, രണ്ട് വ്യക്തികളെ കുറിച്ചാണെങ്കിൽ അത് കൂടുതൽ സംവാദം ആവശ്യപ്പെടുന്നുണ്ട്. കാരണം എന്താണ് കമൽ പറഞ്ഞത്, എന്താണ് MT പറഞ്ഞത്? MTയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നം പോലുമല്ല. MT ഒരു അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം പറയാൻ MTക്ക് അവകാശമില്ല എന്നാണ് ഇവർ വാദിക്കുന്നത്. അത് ശരിയാണോ? അത് ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു പ്രമേയത്തിൽ ന്യായീകരിക്കുകയാണോ വേണ്ടത്? MT ഹിമാലയ തുല്യനാണ് എന്ന് പറഞ്ഞ CKP, കമലിന്റെ നിലപാടിനെ പിന്തുണച്ച CKP, അവരെ ഈ പ്രമേയം, ആ CKPയെ ഈ പ്രമേയം എങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത് ഉൾപ്പെടെ നിരവധി പ്രശ്നമുണ്ട്. ഞാൻ ശക്തിയായിട്ടല്ല കാണുന്നത്. ഇതേ അഭിപ്രായം സംഘപരിവാറിന്റെ അകത്ത് പങ്കുവെക്കുന്ന ധാരാളം പേരുണ്ട്. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ കേനിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ വിശ്വഭദ്രാനന്ദ ശക്തിബോധിയിലേക്ക്. ശ്രീ ശക്തിബോധി, അതായത് നിസ്സംഗതയുടെ വാത്മീകം ഭേദിച്ച് ആരെങ്കിലുമൊക്കെ പ്രതികരിച്ചാൽ, കാരണം അതൊരു നല്ലൊരു കീഴ്വഴക്കമായി ഉണ്ടെങ്കിൽ, അതോ BJP പറയുന്ന മറുതലം അത് NDA ഭരിക്കുന്ന കാലഘട്ടങ്ങളിൽ മാത്രം ഉയർന്നു കേൾക്കുന്ന സാംസ്കാരിക നായകരുടെ ഇത്തരത്തിലുള്ള ഊറ്റംപേറിയുള്ള പ്രതികരണങ്ങൾ, അതങ്ങനെ അവർ വിമർശിക്കുന്നു. എങ്കിൽ കൂടിയും ഇത്തരം കാഴ്ചകൾക്ക് ഒരു വ്യത്യസ്തത പല പ്രവണതകൾക്കും കൈവരുന്നുണ്ടോ? അതായത് അതിസങ്കീർണമായ ഒരു തലത്തിലൂടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ പോകുന്നത് കൊണ്ട് തന്നെയാണോ സാഹിത്യകാരന്മാർ പ്രതികരിക്കുന്നത്? അതോ BJPയുടെ ആരോപണം? അതിനും കൂടെ മറുപടി. അല്ല, അതാണ് ഞാൻ രാധാകൃഷ്ണ മേനോനോട് ചോദിച്ചത്. കേരളത്തിലെ എഴുത്തുകാരെ പൊതുവെയാണ് അവർ പറഞ്ഞത് എങ്കിൽ, തപസ്യ കലാവേദി എന്ന് പറയുന്ന സംഘപരിവാരത്തിൻ്റെ സാഹിത്യ പ്രസ്ഥാനമുണ്ടല്ലോ, അതിലുള്ളവരും അവാർഡുകൾക്ക് വേണ്ടിയാണോ പലപ്പോഴും മൗനം അവലംബിക്കുന്നത്? അഖ്ലാഖ് മുഹമ്മദ് തല്ലിക്കൊല്ലപ്പെട്ടപ്പോൾ തപസ്യ കലാവേദിയിലെ കലാകാരന്മാർ മനുഷ്യത്വപൂർണമായ പ്രതികരണം നടത്താതിരുന്നത് BJP അവർക്ക് ഏതെങ്കിലും പുരസ്കാരം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടാണോ? ശ്രീ രാധാകൃഷ്ണ മേനോൻ, അതിന് മറുപടി സ്വാമി വിശ്വഭദ്രാനന്ദ പറഞ്ഞ കാര്യത്തിന് ഒരു മറുപടി നമുക്ക് ഖണ്ഡിച്ചു പോകാം. മറുപടി അല്ല, ഇവിടെ ശ്രീ രാധാകൃഷ്ണ മേനോൻ സ്വാമി ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. പറയുന്നു. സ്വാമി ചോദിച്ചത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. അവാർഡിന് വേണ്ടിയാണോ സാഹിത്യകാരന്മാർ മിണ്ടാതിരിക്കുന്നത്? പല തലത്തിലും പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് തപസ്യ കലാവേദി, തപസ്യയിലെ എഴുത്തുകാർ. അതെ, അതിലേക്കാണ് വരുന്നത്. ഇപ്പൊ തപസ്യയിലെ, ഇപ്പൊ സ്വാമി പറഞ്ഞതിന്റെ ചുരുക്കം, തപസ്യയിലെ എഴുത്തുകാർ അല്ലെങ്കിൽ തപസ്യ എന്ന പേരെടുത്ത് പറഞ്ഞത് ഇപ്പോൾ BJPയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആശയസംഹിതയുമായോ ബന്ധപ്പെട്ട ആളുകളുടെ സാഹിത്യകാരന്മാരുടെ ഒരു വേദി എന്നുള്ള നിലയിൽ ഉള്ളവർ ഈ അവാർഡിന് വേണ്ടിയാണോ എന്ന ഒരു ദൃഷ്ടിയിലുള്ള ഒരു ചോദ്യമായിട്ട് തന്നെ ഞാനിതിനെ കാണുന്നു. ശരിയാണ്. അപ്പം ഇവിടെ സാഹിത്യകാരന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ രാഷ്ട്രീയമായി ഹൈജാക്ക് ചെയ്തുകൊണ്ട് അവരുടെ വാടകയ്ക്ക് എടുത്തുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ അവരെ ഉപയോഗിച്ചു വരുന്നു. അതിൻ്റെ തുടർച്ചയായി അവർ വീണ്ടും പ്രതികരിക്കുമ്പോൾ അതിനെ രാഷ്ട്രീയമായി, രാഷ്ട്രീയത്തിലുള്ളവരോ സാഹിത്യത്തിലുള്ളവരോ സിനിമാ രംഗത്തുള്ളവരോ ഒക്കെ കണ്ടുകൊണ്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ അത് തെറ്റാണ്. അപ്പോ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട സാഹിത്യകാരന്മാർ വിമർശനത്തിന് അതീതരാണ്. കൊടുത്തുപോയോ ഈ MT എന്ന എഴുത്തുകാരൻ, അതുല്യ എഴുത്തുകാരനും ഈ രാഷ്ട്രീയക്കാരുടെ ഭാഗമായി മാറുകയായിരുന്നുവോ? നാവ് അവർക്ക് വാടക കൊടുക്കുകയായിരുന്നോ? അതാണോ BJPയുടെ നിലപാട് ഇപ്പോഴത്തെ? താങ്കൾക്ക് പറയാം. വാടകയ്ക്ക് കൊടുക്കുകയായിരുന്നോ എന്ന് ഇപ്പോൾ ഇത് കേൾക്കുന്ന പ്രേക്ഷകരും കേരളീയ മലയാളികളായ വായനക്കാരുമാണ് വിലയിരുത്തേണ്ടത്. ഇതിനെ സംബന്ധിച്ച് BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇവിടെ സാഹിത്യ നായകന്മാർ സാഹിത്യകാരന്മാർ എന്ന വിഭാഗം
അത് കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിന്റെ സാഹിത്യ ചരിത്രം തന്നെ പരിശോധിക്കുമ്പോൾ അല്ല, ശ്രീ രാധാകൃഷ്ണൻ മേനോൻ, ഞാൻ പറഞ്ഞുകൊണ്ട് അതായത് ഒരു കാര്യം താങ്കൾ ക്ഷമയോടെ കേൾക്കുക. അതായത് ഇത്തരത്തിൽ സാഹിത്യകാരന്മാർക്ക് ഒരു പൊതുവിഷയത്തിൽ MDക്ക് പോലും പണം കൈകാര്യം ചെയ്യുന്ന MDക്ക് പോലും ആ ഒരു ദുരവസ്ഥ അദ്ദേഹം തുറന്നു പറയേണ്ട ഒരു ഘട്ടം വരുന്നു. ഇവിടെ അല്പസമയം ഞാൻ ഇപ്പോഴത്തെ നിലപാട് പറയുകയാണ്. ഉർജിത് പട്ടേൽ റിസർവ് ബാങ്കിന്റെ ഗവർണർ പോലും അല്പസമയം മുമ്പ് പാർലമെന്റിന്റെ കമ്മിറ്റിക്ക് മുന്നിൽ സ്തംഭിച്ചു നിൽക്കുകയാണ്. ഈ പ്രതിസന്ധി എന്ന് തീരുമെന്ന് അദ്ദേഹത്തിന് പോലും തുറന്നു പറയാതെ മൗനം പാലിച്ച് അദ്ദേഹം പ്രതിസന്ധിയിൽ അകപ്പെട്ട് ആ വാർത്ത ദേശീയ മാധ്യമങ്ങൾ അല്പസമയം മുമ്പാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ പ്രതിസന്ധിയുടെ ആക്കം കൂടി വരുന്ന ഒരു ഘട്ടത്തിൽ അതൊരു രാഷ്ട്രീയ വിഷയമാകുന്നില്ല. ശ്രീ രാധാകൃഷ്ണ മേനോൻ, കലാകാരൻ്റെ എഴുത്തുകാരൻ്റെ ഒക്കെ പരിധിയിൽ വരുന്ന ദൈനംദിന വിഷയത്തിൽ ഒരു നിലപാട് പറഞ്ഞുകൂടെ? അവിടെ എന്തിനീ അസഹിഷ്ണുത? ഇവിടെ ഇപ്പോ ഈ ചർച്ച നയിക്കുന്നയാളോ അല്ലെങ്കിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നയാളോ ഇതൊരു പ്രതിസന്ധിയാണ് എന്ന് പറഞ്ഞാൽ അത് പ്രതിസന്ധിയാണോ എന്ന് വിലയിരുത്തേണ്ടത് ഭാരതത്തിലെ ജനകോടികളാണ്. ബാങ്കിലുള്ളതായി കണ്ടെത്തിയിരിക്കുന്നു. അല്ലല്ല, ആ ജനകോടികളുടെ ഒക്കെ 4 ലക്ഷം കോടി ആ ശബ്ദമാണ്, അംഗീകരിക്കുന്നു. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ നരേന്ദ്രമോദിക്ക് അനുകൂലമായി ജനങ്ങൾ വിധി എഴുതുന്നു. ഇനിയും തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു. കാരണം ഇവിടെ കള്ളപ്പണത്തെ കർശനമായി നിയന്ത്രിക്കാൻ ഈ തീരുമാനത്തിലൂടെ ഒരു പരിധിവരെ സാധിക്കുന്നു എന്ന യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യം കള്ളപ്പണത്തിന് വേണ്ടി നിലപാടെടുത്തിരുന്നവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. രാജ്യത്തെ സമൂഹം നിങ്ങൾ അങ്ങനെയാണോ കാണുന്നത്? MDയോ അല്ലെങ്കിൽ ഒരു സാഹിത്യകാരനോ എന്നത് ആ പരിധിയിലേക്ക് വന്നു എന്നല്ല പറഞ്ഞത്. ആ നിലയിൽ ഒരു രാഷ്ട്രീയ പ്രചരണം, ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, ഇവിടുത്തെ കേരളത്തിന്റെ ധനകാര്യമന്ത്രി ഈ വിഷയമുണ്ടായ ദിവസം മുതൽ അദ്ദേഹത്തിന് നിലതെറ്റിയതുപോലെ പ്രതികരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ആ പ്രതികരണം ഇന്ത്യയുടെ ദേശീയ തലത്തിലുള്ള സർക്കാർ എടുത്ത തീരുമാനത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലായിരുന്നു. അപ്പൊ അതിനെയൊക്കെ രാഷ്ട്രീയമായി വിശദീകരിക്കാനുള്ള അവകാശം BJPക്കും BJPയെ അനുകൂലിക്കുന്നവർക്കുമുണ്ട്. അതിന് ഒരു MD അതിനെ അനുകൂലിച്ചു അല്ലെങ്കിൽ കമൽ അനുകൂലിച്ചു എന്നതുകൊണ്ട് അതിനെ വിമർശിക്കരുത്, മോഹൻലാൽ അതിനെ അനുകൂലിച്ചാൽ അതിനെ വിമർശിക്കാം എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? മോഹൻലാലിനുള്ള അവകാശം MDക്കില്ലേ? MDക്കുള്ള അവകാശം മോഹൻലാലിനില്ലേ? ഇങ്ങനെ ഒരു സ്വാഭാവികമായ തലത്തിൽ ചിന്തിച്ചാൽ എഴുത്തുകാരുടെ ഈ BJP ഭരിക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ BJPക്കാർ പറയുന്നത് പോലെ എഴുത്തുകാർ വളരെ ഒരു ബോധപൂർവമായ മുൻവിധിയോടുകൂടിയ നിലപാടുമായി പ്രതികരണങ്ങൾ നടത്തുന്നു. താങ്കൾ ഉൾപ്പെടെയുള്ള സമൂഹത്തെ എഴുത്തുകാരെന്ന് പറയുമ്പോൾ താങ്കൾ കൂടി ഇന്ന് ആ രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ അതിർവരമ്പ് അതിനപ്പുറത്ത് ആ പരിധിയിൽ വരികയാണ്. ഇങ്ങനെ BJPക്കെതിരെ അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘപരിവാറിൻ്റെ നിലപാടുകൾക്കെതിരെ മുൻവിധിയോടുകൂടി ഒരു നിലപാട് നിങ്ങളടങ്ങുന്ന സാഹിത്യ സമൂഹത്തിനുണ്ടോ? ഇതേ ഒരു കാര്യം ഓർത്തു കാണും. അന്ന് MD വാസുദേവൻ നായർ ഇത് പറഞ്ഞതിൻ്റെ അടുത്ത ദിവസം കോഴിക്കോട്ട് വെച്ച് നമ്മുടെ രാധാകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞ ആ മറുപടിയിൽ അദ്ദേഹം 2 പേര് പറഞ്ഞു. MD വാസുദേവൻ നായർക്ക് ഈ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് അത്രയധികം അറിവില്ല, എന്നാൽ സേതുവോ മോഹനവർമ്മയോ പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്നുള്ള മട്ടി അദ്ദേഹം പേരുകൾ എടുത്ത് പറയുകയുണ്ടായി. സ്വാഭാവികം ഞാനും അതിലൊരു പാർട്ടിയായിപ്പോയി. സേതു ബാങ്കറായിരുന്നു, ഞാനും സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം റിസർച്ച് ചെയ്യുന്നതും പഠിക്കുന്നതുമായിട്ടാളാണ്. പക്ഷേ ഞങ്ങളുടെ 3 പേരുടെ അഭിപ്രായം വ്യത്യസ്തമായിരിക്കും. ഞങ്ങൾ 3 പേരും എഴുത്തുകാരാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാഴ്ചപ്പാടുകളുണ്ട്. അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട്. അതിപ്പം BJP പറയുന്ന രീതി ചെയ്യണമെന്നോ കോൺഗ്രസ് പറയുന്ന രീതി ചെയ്യണമെന്നോ മാർക്സിസ്റ്റ് പാർട്ടി പറയുന്ന രീതി ചെയ്യണമെന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല. ഞങ്ങൾ പറയും, പക്ഷേ ഞങ്ങളെ വായടപ്പിക്കാനാണെങ്കിൽ അതും നടക്കില്ല. ഇത് ഞങ്ങൾക്കുള്ള അഭിപ്രായമുണ്ട്, ഞങ്ങൾക്ക് വ്യക്തമായ അഭിപ്രായമാണ്. പൂർണ്ണമായിട്ട് ശരിയാകണമെന്നില്ല, അത് ഞാൻ പറയാം. അത് ഞങ്ങളെ തിരുത്താൻ നിങ്ങൾക്ക് കഴിവുണ്ട്, തീർച്ചയായിട്ടും തിരുത്താം, ഞങ്ങളത് തിരുത്താം. ഞങ്ങൾ എഴുത്തുകാരാണ്, ഞങ്ങൾക്ക് വോട്ട് വേണ്ട. ഓർത്തോണം, ഞങ്ങളാരും ഇലക്ഷൻ നിൽക്കാൻ പോലും നിങ്ങൾക്ക് വോട്ട് വേണം. നിങ്ങൾക്ക് വോട്ട് വേണ്ടപ്പോൾ ജനങ്ങളെ നിങ്ങൾ കൊണ്ടുപോകാതെ നിവർത്തിയില്ല. അതിന് നിങ്ങൾ ഇതെല്ലാം കളിക്കും, ഒരു കുഴപ്പമില്ല, അതിനും തെറ്റില്ല. പക്ഷേ ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഞങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾ തന്നെ സമ്മതിച്ചിട്ടാണ് സേതുവിനും മോഹനവർമ്മയ്ക്ക് ഇതിനെക്കുറിച്ച്. അപ്പോൾ ഞങ്ങൾക്ക് അഭിപ്രായം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും അഭിപ്രായം ഉണ്ടാവും. MD വാസുദേവൻ നായർക്ക് എനിക്കറിയാം. MD വാസുദേവൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടുള്ള ആളാണ്, ചിന്തിക്കുന്ന ആളാണ്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായമുണ്ട്. പക്ഷേ 3 പേരുടെ അഭിപ്രായം വ്യത്യസ്തമാകാം, അതോർത്തോണം.
ആ വ്യത്യസ്തമായ അഭിപ്രായങ്ങളെ അംഗീകരിക്കാനുള്ള ഒരു മാനസിക നില ഇല്ലാതെ ഈ രീതിയിലുള്ള ഒരു സമീപനമാണെങ്കിൽ അത് മുമ്പേ പറഞ്ഞ പോലെ ബാലിശം തന്നെയാണ്. ഒരു സംശയം. വ്യത്യസ്തമായ അഭിപ്രായങ്ങളെ തീർച്ചയായിട്ടും അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രമേയം പാസ്സാക്കിയിട്ടുള്ളത്. ആ പ്രമേയത്തിൽ ശ്രീ എം ടി രമേശിന്റെ വാചകങ്ങൾ താങ്കൾക്ക് ഒന്നുകൂടി വേണമെങ്കിൽ പ്ലേ ചെയ്യാം. ആ എഴുത്തുകാരൻ മുഴുവൻ സമൂഹത്തെയാണ് അത് അവിടെ അടച്ചാക്ഷേപിക്കുന്നത്. അല്ല, അത് ചേരുന്ന എഴുത്തുകാരത് എടുത്താൽ മതി. അല്ലാതെ ഇപ്പോ നമ്മള് ഈ എല്ലാവരും തലയിൽ തപ്പി നോക്കണ്ട. ഇതിന് യോജിച്ച ആളുകൾ മാത്രം അത് എടുത്താൽ മതി എന്നാണ് എനിക്ക് ഇവിടുത്തെ സാഹിത്യ സമൂഹത്തോടുള്ള അപേക്ഷ. ശ്രീ കെ എൻ അപേക്ഷ, അതായത് ആ പ്രസ്താവന എങ്ങനെയാണ് കാണുന്നത്? അതായത് ഇത് പൊതു നിലപാടായി ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അത് ആ അർത്ഥതലത്തിൽ ചിന്ത അല്ലെങ്കിൽ ആ ചിന്ത അങ്ങനെ ആയവർ അത് ഏറ്റെടുത്തുകൊള്ളട്ടെ. അല്ല, അത് ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഈ പ്രമേയത്തിൻ്റെ തന്നെ ബ്രാക്കറ്റിൽ അതും കൂടി എഴുതിയിരുന്നെങ്കിൽ കുറേ കൂടി നന്നാവുമായിരുന്നു. അപ്പോഴല്ലേ അതിനൊരു ഔദ്യോഗിക സ്വഭാവം ഉണ്ടാവുക. അപ്പോൾ എൻ്റെ അപേക്ഷ അദ്ദേഹം നടത്തിയ അഭിപ്രായ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ BJPയുടെ ഹൈപ്പവർ കമ്മിറ്റി ആലോചിച്ച് ഇപ്പം നടത്തിയ ഈ പ്രയോഗം എന്തായാലും ജനാധിപത്യപരമല്ല, അത് ജനാധിപത്യ വിരുദ്ധമാണ്. അതുകൊണ്ട് അതിനെ ജനാധിപത്യപരമാക്കാൻ ഇനി ആകെ ചെയ്യാൻ പറ്റുക ഒന്നുകിൽ അത് വെട്ടിക്കളയണം, ഉപേക്ഷിക്കണം. അത് നിർവാഹമില്ലെങ്കിൽ ബ്രാക്കറ്റിൽ ഇപ്പോൾ രാധാകൃഷ്ണ മേനോൻ പറഞ്ഞതുപോലെ ഇത് എല്ലാവർക്കും ബാധകമല്ല എന്ന് എഴുതി ചേർക്കാവുന്നതാണ്. പക്ഷെ പ്രശ്നം അതല്ല. പ്രശ്നം MT ഉന്നയിക്കാൻ ശ്രമിച്ചത് ഈ നാട്ടിലെ കോടിക്കണക്കിന് മനുഷ്യർ ഉന്നയിക്കാൻ ആഗ്രഹിച്ചെങ്കിലും ഉന്നയിക്കാൻ കഴിയാതെ പോയൊരു പ്രശ്നമുണ്ട്. ഈ ക്യൂവിൽ വീണു മരിച്ചത്, കൊല്ലപ്പെട്ടത് കള്ളപ്പണക്കാരല്ല, ഇവിടുത്തെ പ്രമാണിമാരല്ല, ഇവിടുത്തെ വൻകിട വ്യവസായികളല്ല, ഇവിടുത്തെ അഴിമതിക്കാരല്ല, ഇവിടുത്തെ സാധാരണ മനുഷ്യരാണ് ഈ ക്യൂവിൽ കിടന്നിട്ട് പീഡനം ഏറ്റുവാങ്ങിയത്. അവരാണ് കുഴഞ്ഞു വീണത്, അവരാണ് കൊല്ലപ്പെട്ടത്. ഈ ക്യൂ കൊലപാതകങ്ങൾക്ക് ആരുത്തരവാദിത്വം പറയും എന്നുള്ളതാണ് പ്രശ്നം. സ്വന്തം പണമെടുക്കാൻ ഒരു രാഷ്ട്രത്തിലെ സർക്കാരിന് ഏത് നിയമവും കൊണ്ടുവരാം. പക്ഷെ നിയമം കൊണ്ടുവരുന്നത് ജനങ്ങളുടെ നിലപാട്, ജനങ്ങളുടെ ജീവിതം ഇത് പരിഗണിച്ചുകൊണ്ടായിരിക്കണം. ആദ്യം 3 ദിവസം, പിന്നെ 50 ദിവസം. 50 ദിവസം കഴിഞ്ഞാൽ പരിഹരിച്ചിട്ടില്ലെങ്കിൽ എന്നെ തൂക്കിക്കൊന്നോളൂ. നരേന്ദ്രമോദിയെ തൂക്കിക്കൊന്നാൽ 2000 റുപ്യക്ക് ചില്ലറ കിട്ടുമോ? നമ്മുടെ നാട്ടിലെ ജീവിതം അനുഭവിക്കുന്ന പ്രശ്നം എന്താണ്? നമ്മുടെ സംഘപരിവാർ സുഹൃത്തുക്കൾ പറയുന്നത് എന്താണ്? ഒരു ബന്ധവുമില്ല. ഇവിടെ തന്നെ MT അഭിപ്രായ പ്രകടനം നടത്തിയപ്പോൾ MT നടത്തിയൊരു അഭിപ്രായ പ്രകടനമാണ്, കമൽ നടത്തിയൊരു അഭിപ്രായ പ്രകടനമാണെങ്കിൽ ആ അഭിപ്രായങ്ങളെ വസ്തുതകളുടെയും യുക്തിയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ നേരിട്ടാൽ പോരെ. ഒരു സംഘടന അതിൻ്റെ പ്രമേയത്തിൽ ഇത്ര അപകടകരമായ ഒരു വാക്യം എഴുതി ചേർക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ മൂല്യബോധത്തോടുള്ള വെല്ലുവിളിയാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഗുജറാത്ത് കളി കേരളത്തിലും നടത്താൻ കഴിയും എന്ന് കരുതുക മാത്രമല്ല അതിന് ഔദ്യോഗികമായി കളമൊരുക്കുകയും ചെയ്ത വളരെ അപകടകരമായ ഒരു വാക്യമാണിത്. ഈ വാക്യത്തെ സംഘപരിവാറിൻ്റെ അകത്ത് ജനാധിപത്യ ബോധ്യമുള്ളവരുണ്ടെങ്കിൽ അവർ വിമർശന വിധേയമാക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് മടങ്ങി. ശ്രീ വിശ്വഭദ്രാനന്ദ ശക്തിബോധി, എഴുത്തുകാർ ജനങ്ങളുടെ പ്രതിനിധികൾ ആകാറുണ്ട്. അവിടെ എഴുത്തുകാരുടെ നാവിനൊരു പരിധി നിശ്ചയിച്ചാൽ, കാരണം സാഹിത്യ ആത്മഹത്യ ചെയ്ത വ്യക്തി പെരുമാൾ മുരുകൻ, ഇവിടെ KS ഭഗവാൻ, ചേതന, അനന്തമൂർത്തി, ഇവരുടെയൊക്കെ തന്നെ ജീവിതത്തിലുണ്ടായ സാഹിത്യ ഇടപെടലുകൾക്കുണ്ടായ ദുരവസ്ഥയൊക്കെ നമുക്ക് ബോധ്യമുള്ളതാണ്. ഇങ്ങനെ ഒരു പരിധി നിശ്ചയിക്കപ്പെട്ടാൽ കേരളീയ സമൂഹത്തിൽ പ്രത്യേകിച്ച് അതിൻ്റെ ദുരന്തം എങ്ങനെയായിരിക്കും? അല്ല, ഇത് അങ്ങനെ ഒരു ദുരന്തത്തിൻ്റെ ഒന്നും പ്രശ്നമല്ല. ഇത് അക്ഷരങ്ങളെ സ്നേഹിക്കാത്ത, എഴുത്തുകാരെ ആദരിക്കാത്ത, വായനാശീലമില്ലാത്ത ആളുകളെന്നൊക്കെ നമ്മൾ കോൺഗ്രസ്സുകാരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇപ്പോൾ കോൺഗ്രസ്സുകാർക്കല്ല ചേരുക, ഞങ്ങൾക്കാണ് ചേരുക എന്ന് ഇവരെ തെളിയിക്കുകയാണ്. BJPക്കാർ തെളിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇപ്പോഴും അടിസ്ഥാനപരമായിട്ട് ആ പ്രശ്നത്തിലാണ് ഊന്നുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ MT ഒരു അഭിപ്രായം പറഞ്ഞു. അത് പറഞ്ഞിട്ടുള്ളത് ജനങ്ങൾ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ വേദനിക്കുന്നൊരു ഹൃദയമില്ലാത്ത ഒരു എഴുത്തുകാരനല്ല എന്നുള്ളത് കൊണ്ടാണ് MT അത് പറഞ്ഞത്. MT അത് പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. MT അത് പറഞ്ഞത് ആരുടെ കയ്യിൽ നിന്ന് പുരസ്കാരം കിട്ടാനാണ്? MTക്ക് ഇനി ആകെ കിട്ടാവുന്നൊരു പുരസ്കാരം എന്ന് പറയുന്നത് ഭാരതരത്നാണ്. BJP സർക്കാർ കൊടുക്കുമോ അത് MTക്ക് ഭാരതരത്നം? അല്ലാതെ പിണറായി വിജയനെ അത് കൊടുക്കാൻ പറ്റില്ല.
പിന്നെ രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടിയിട്ടാണ്, രാഷ്ട്രീയക്കാരെ സ്വാധീനിച്ച് അവാർഡ് നേടാൻ വേണ്ടിയാണ് MTയും M മുകുന്ദനും ഒക്കെ ഈ അഭിപ്രായങ്ങൾ പറയുന്നത് എന്ന് പറയുന്നത് എന്ത് യുക്തിയിലാണ്? ഇവർക്ക് എന്താണ് ഇതിനെപ്പറ്റിയൊക്കെ അറിയുക? സാഹിത്യത്തെക്കുറിച്ച് എന്താ? MTക്ക് എത്ര അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്നറിയാവുന്ന എത്ര BJPക്കാരുണ്ട് കേരളത്തിൽ? M മുകുന്ദന് എത്ര അവാർഡ് കിട്ടിയിട്ടുണ്ട്, അദ്ദേഹം ഏതൊക്കെ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് എന്നറിയാവുന്ന എത്ര എഴുത്തുകാരൻ്റെ കൂടെയുണ്ട്? സച്ചിദാനന്ദൻ ഇനി എന്താ അവാർഡിന്, നോബൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. ഇന്ത്യയിൽ ഇനിയൊരു അവാർഡും അദ്ദേഹത്തിന് കിട്ടാനില്ല. പിന്നെ എന്നെപ്പോലെയോ KEനെ പോലെയുള്ളവരൊക്കെ വേണമെങ്കിൽ ചിലപ്പോൾ വല്ല അവാർഡിനൊക്കെ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കാം. അതിന് നിങ്ങളാരും ഞങ്ങളുടെ പേര് പറയുന്നില്ലല്ലോ, നിങ്ങൾ പൊതുവെ എഴുത്തുകാർ എന്നല്ലേ പറയുന്നത്. ഇപ്പോൾ KL മോഹനവർമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് എന്ത് അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഏത് സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്? അദ്ദേഹം ഒരുപാട് സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുള്ള ആളാണ്. എഴുത്തു ലോകത്തെക്കുറിച്ച് വിവരമില്ലാത്ത ആളുകളുടെ അസംബന്ധ ജൽപ്പനങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വേദിയാവുന്നു എന്നുള്ളതിൻ്റെ അപമാനകരമായ കാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അവസാനിപ്പിക്കാറായിട്ടുണ്ട്. ഇവിടെ പറഞ്ഞല്ലോ, ജനങ്ങൾ ഇത് അവസാനിപ്പിച്ചു തരും, സംശയിക്കൊന്നും വേണ്ട. ഇതിലും വലിയ ഇന്ദിരാഗാന്ധിമാരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാവുന്ന നിരക്ഷര കുട്ടികളുടെ ഒരു ഭാരതമാണ് ഇത്. അവരത് ചെയ്തോളും. അതിന് കാലം വരാൻ പോകുന്നു, കാത്തിരിക്കുക. ശ്രീ രാധാകൃഷ്ണ മേനോൻ, അതായത് KN സൂചിപ്പിച്ചതുപോലെ നാളെ BJPക്കാർക്കൊരു തിരുത്ത് നൽകണമെങ്കിൽ തിരുത്ത് നൽകിക്കൂടെ ബ്രാക്കറ്റിൽ? കാരണം ആ മനുഷ്യത്വം പണയം വെച്ചവർ ബ്രാക്കറ്റിൽ ഈ പേരുകൾ കൂടി ഇട്ടിരുന്നെങ്കിൽ, കാരണം ഇത് ഒരു പൊതുസമൂഹം മൊത്തത്തിൽ സാഹിത്യ സമൂഹം ചിന്തിക്കുകയാണ്. കാരണം അവർക്ക് അഭിപ്രായം സംബന്ധിച്ചത് അതോ ഈ നിലപാട് അത് എല്ലാവർക്കും ഇരിക്കട്ടെ, അതിനുള്ള സാഹചര്യം അവർ തന്നെ ഒരുക്കിയതാണ് എന്ന നിലപാട് തന്നെ BJP ആവർത്തിക്കുമോ? ഏതെങ്കിലും ഒരു തിരുത്തലിന് സംസ്ഥാന അധ്യക്ഷനോ ആരെങ്കിലും തയ്യാറാകുമോ? അല്ല, ഇവിടെ ഇപ്പം നമ്മുടെ ചർച്ചയിൽ ഉയർന്നു വന്നതുപോലെ ജനാധിപത്യ സംവിധാനത്തിന് കീഴിൽ ചർച്ചയ്ക്കുള്ള അഭിപ്രായമുണ്ട്. ഇപ്പോൾ സാഹിത്യ മേഖലയിലെ MDയുടെയോ അല്ലെങ്കിൽ അതേപോലെയുള്ള മറ്റ് സാഹിത്യകാരന്മാരുടെയോ ആരുടെയും ഔന്നിത്യത്തെ BJP ചോദ്യം ചെയ്തിട്ടില്ല. സാഹിത്യ മേഖലയെക്കുറിച്ച് അവരാരും അഭിപ്രായം പറഞ്ഞാൽ അതിനെ വിമർശിക്കാനും ഒരു BJP നേതാവും വന്നിട്ടില്ല. രാഷ്ട്രീയമായി കാര്യങ്ങളെ കണ്ടുകൊണ്ട് അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായം വിമർശനത്തിനതീതമാണ്, തങ്ങൾ വിമർശിക്കപ്പെടാൻ പാടില്ലാത്തവരാണ് എന്ന് ഇപ്പോൾ മോഹനവർമ്മ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് വളരെ ഇതായിട്ട് പറഞ്ഞല്ലോ, അവരെ വിമർശിക്കാൻ അവകാശമുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ആ വിമർശിക്കാൻ ഞങ്ങളും വിമർശനത്തിന് അർഹരാണ്, അല്ലെങ്കിൽ ഞങ്ങളെ വിമർശിക്കാനും അവസരമുണ്ട്, അതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന മനോഭാവത്തോടെ കാര്യങ്ങളെ നോക്കിക്കാണേണ്ട സാഹിത്യകാരന്മാർ ഒരുപക്ഷെ അവരങ്ങനെ നോക്കിക്കാണുന്നുണ്ടാവും. അവരുടെ എല്ലാം കൂടി മൊത്തത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള മട്ടിൽ അവരുടെ ജിഹ്വയായി ഇവിടെ ചില ആളുകൾ അവതരിച്ചിരിക്കുകയാണ്. മുഴുവൻ സാഹിത്യകാരന്മാരും ഇപ്പോൾ ഇവിടെ തന്നെ പറഞ്ഞല്ലോ, തപസ്യ വ്യത്യസ്തമാണ്, അതുകൊണ്ട് അവരെന്താ വരാത്തതെന്ന് ചോദിച്ചല്ലോ. അങ്ങനെ തപസ്യായാലും അല്ലെങ്കിൽ വേറെ ഉള്ളവരാണെങ്കിലും വ്യത്യസ്തമായ ധാരാളം സാഹിത്യകാരന്മാർ ഈ രാജ്യത്തുണ്ട്. അപ്പോൾ ആ വ്യത്യസ്തമായ സാഹിത്യകാരന്മാരുടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളിൽ സാഹിത്യരംഗത്താണെങ്കിൽ ആ രംഗത്തുള്ളവർക്ക് ചിലപ്പം വിമർശനത്തിന് അവകാശമുണ്ട്, അവർ വിമർശിക്കട്ടെ. രാഷ്ട്രീയ രംഗത്തുള്ള ആരും അവിടെ വിമർശിക്കാൻ വരില്ല. പക്ഷേ രാഷ്ട്രീയമായ കാര്യങ്ങളെ കാണുമ്പോൾ ഇപ്പോൾ നോട്ട് പ്രതിസന്ധിയെ രാഷ്ട്രീയമായി തന്നെയാണ് വിമർശിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഭരണകൂടവും രാഷ്ട്രീയമായി വിമർശിക്കപ്പെടുമ്പോൾ അതിനെ രാഷ്ട്രീയമായി തന്നെ നോക്കി കണ്ടുകൊണ്ട് അതിന് മറുപടി പറയാനുള്ള ബാധ്യത താങ്കൾ സൂചിപ്പിച്ച, അതായത് ഈ ജിഹ്വകളായി പ്രവർത്തിക്കുമ്പോൾ സാക്ഷി മഹാരാജിൻ്റെയൊക്കെ ജിഹ്വകളായി AN രാധാകൃഷ്ണനൊക്കെ പ്രവർത്തിക്കുമ്പോൾ അതിന് മറുപടി പറഞ്ഞ നിങ്ങളുടെ ദേശീയ നാഷണൽ എക്സിക്യൂട്ടീവ് അംഗം CKPയുടെ സ്ഥിതി എന്ത്? ഇക്കാര്യത്തിൽ നിങ്ങളുടെ ഇടയിൽ പോലും ഭൂരിപക്ഷമായ അഭിപ്രായ വ്യത്യാസം അക്കാര്യത്തിൽ നിങ്ങൾ മറച്ചു വയ്ക്കുന്നു. മറ്റൊന്ന്, ഉത്തരേന്ത്യയുടെ ഒരു തലം, ആ തലത്തിലേക്കാണോ നിങ്ങൾ കേരളത്തെയും കാണുന്നത്? അങ്ങനെ ഒരു രാഷ്ട്രീയ ഭൂമിക സൃഷ്ടിക്കാനുള്ളതിൻ്റെ ഭാഗമായി അങ്ങനെ ഒരു നിലപാട് ഗൂഢലക്ഷ്യം ഇക്കാര്യത്തിൽ ഉണ്ടോ എന്നാണ് പല സാഹിത്യകാരും സംശയിക്കുന്നത്. ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് വളരെ സുവ്യക്തമായി ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഇടയിൽ അത് സംബന്ധിച്ച് ഒരു കൺഫ്യൂഷനുമില്ല. പിന്നെ ഒരു ജനാധിപത്യ പാർട്ടിയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെയല്ല, ഇത് പരസ്യമായി അഭിപ്രായം പറയുന്നവർ അങ്ങനെ ഉന്നതരായ നേതാക്കൾക്കൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ്. അപ്പോൾ അതിനെയൊന്നും ആരും അതിനപ്പുറത്ത് കാണേണ്ട കാര്യമില്ല. പിന്നെ ഇപ്പോൾ വടക്കേ ഇന്ത്യയിലെ കാര്യം പറഞ്ഞിട്ട്
ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ BJP-യുമായി ഒരു ബന്ധവുമില്ലാത്ത BJP ഭരിക്കാത്ത പ്രദേശങ്ങളിലെ അല്ലെങ്കിൽ ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ. നമുക്കറിയാമല്ലോ, ഈ കേരളത്തിൽ സാഹിത്യകാരന്മാരെ ഇത്തരം അസഹിഷ്ണുതയുടെ പേരിൽ നേരിട്ട് ആക്രമിച്ച സംഭവങ്ങൾ, അത് ശ്രീ CR നീലകണ്ഠനായാലും സക്കറിയായിക്കാണെങ്കിലും അതുപോലെ മറ്റു പലർക്കായാലും ഈ രാജ്യത്ത് ഉണ്ടായിട്ടുള്ളത് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരിൽ നിന്നാണ്. BJP-ക്കാരിൽ നിന്ന് അങ്ങനെ ഒരു സംഭവവും കേരളത്തിൽ പറയാൻ കഴിയില്ല. അപ്പൊ ഇവിടെ ഈ സംസ്ഥാനത്ത് സാഹിത്യകാരന്മാരെ ഭീഷണിപ്പെടുത്തി ഹൈജാക്ക് ചെയ്ത് ശ്രീ രാധാകൃഷ്ണ മേനോൻ, ശ്രീ KL മോഹനവർമ്മ, അദ്ദേഹത്തിന്റെ ഔന്നിത്യം മനസ്സിലാക്കാം. പലരും അങ്ങനെ എത്രയോ എഴുത്തുകാരൊക്കെ ആ കാലഘട്ടത്തിലൊക്കെ ഒരു വിഭാഗമെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടാവും. അതൊന്നും കാണാതെ ഇത്തരത്തിൽ ആ സമൂഹത്തെ മുഴുവൻ അടച്ചാക്ഷേപിച്ചുള്ള പ്രമേയം. അത് ഞാൻ സൂചിപ്പിച്ചല്ലോ, ഈ സാഹിത്യ മേഖലയുമായി ഒരിക്കലെങ്കിലും ബന്ധപ്പെട്ടവരോ അല്ലെങ്കിൽ ആ മേഖലയിലെ പ്രഗത്ഭരായിട്ടുള്ള മുഴുവൻ ആളുകളെയും എങ്ങനെ ആർക്കും അടച്ചാക്ഷേപിക്കാൻ കഴിയുന്നത്? അവരെല്ലാം മോശക്കാരാണെന്ന് പറയാൻ മാത്രമുള്ള വിവരക്കേട് BJP-ക്കുണ്ടോ? അങ്ങനെയൊന്നും പറയില്ല. പക്ഷേ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇത് ചേരുന്ന ആളുകളാണ് എടുക്കേണ്ടത്. അത് ചേരുന്നവർ എടുക്കുമ്പോൾ അത് അവർക്ക് മാത്രമല്ല, അത് ബാക്കി എല്ലാവർക്കും കൂടി ഉള്ളതാണ് എന്ന് പറയാൻ അവർ പരിശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ ചർച്ച പോലും. അതല്ലാതെ ശ്രീ KL മോഹനവർമ്മ, അങ്ങനെ ഒരു തലം, അങ്ങനെ ഒരു പ്രതികരണ വേദി ഇടുകയാണെങ്കിൽ അത് അപകടത്തിന്റെ പ്രതികരണ വേദിയല്ലേ? കാരണം ഇങ്ങനെ ഈ അസഹിഷ്ണുത ഒരു പുതിയ തലത്തിലേക്ക് കേരളത്തിൽ ഒരു തലം കടന്നു പോകുന്നുണ്ടോ? കാരണം BJP എന്ന നിലപാട് മാറ്റിവെക്കുക, രാഷ്ട്രീയം ഒന്നും തന്നെ താങ്കളെ പോലെയുള്ളവർക്ക് ആ രീതിയിൽ ചിന്തിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ കൂടുതലൊരു ഊന്നൽ കൊടുക്കാൻ കഴിയാത്ത വ്യക്തിത്വങ്ങൾ, നിങ്ങളൊക്കെ ഇക്കാര്യത്തിൽ ഇത് BJP പറയുന്നു, BJP ഭരിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടാകുന്ന സാഹിത്യകാരന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പ്, അങ്ങനെ ഒരു വ്യാഖ്യാനം നൽകേണ്ടതുണ്ടോ ശ്രീ KL മോഹനവർമ്മ? ഇല്ല, ഇത് വാസ്തവത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, പ്രത്യേകിച്ചും കേന്ദ്രം ഭരിക്കുന്നുണ്ട്, ഒരു മേജറായിട്ടുള്ള വളരെ ഗൗരവമായിട്ടുള്ള ഒരു സാമൂഹ്യ പ്രശ്നം വരാവുന്ന ഒരു തീരുമാനമെടുത്തു. തീരുമാനത്തിൻ്റെ ലക്ഷ്യമൊക്കെ വളരെ നല്ല ലക്ഷ്യത്തോടു കൂടി ആയിരിക്കണം തുടങ്ങിയതും. തീർച്ചയായിട്ടും അതിൽ വന്ന ഒരു സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് അപഗ്രഥനം ചെയ്തുകൊണ്ട് ഒരു എഴുത്തുകാരൻ, പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ തൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നു. പെട്ടെന്ന് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഞങ്ങൾക്കൊക്കെ ഉണ്ട്. BJP-ക്ക് ഞങ്ങളെയൊക്കെ വിളിച്ചൊന്ന് ഒരു ചർച്ച വെക്കാമായിരുന്നില്ലേ? ഇതിന് പകരം ഞങ്ങൾക്കെതിര് പറയുന്നതിന് പകരം ഞങ്ങൾ റെഡിയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ഇതുപോലെ വ്യത്യസ്ത ചിന്തകളുള്ള അനവധി എഴുത്തുകാരുണ്ട്. ഒരു പ്രധാനപ്പെട്ട തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരു വിഷമമില്ല. ഞങ്ങൾ തീർച്ചയായിട്ടും അതിനോട് പോസിറ്റീവായിട്ട് റിയാക്ഷൻ ഉണ്ടായിരിക്കും. എന്തായാലും ഞങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ വില കൊടുക്കുമെന്നും എനിക്കറിയാം. എന്തായാലും ഞങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്ന വലിയൊരു ജനസമൂഹമുണ്ട്. തീർച്ചയായിട്ടും MD-യുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ സേതുവിൻ്റെ അഭിപ്രായങ്ങൾ, നമ്മുടെ ഇതുപോലെ പലർക്കും ഉള്ള സക്രിയയുടെ എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ട്. ഈ അഭിപ്രായങ്ങളെ കേൾക്കാനുള്ള ഒരു സഹിഷ്ണുത ഒന്ന് തുടങ്ങിക്കൂടെ? ഞാൻ BJP-യുടെ നേതൃത്വത്തോട് തന്നെ ചോദിക്കുകയാണ്, നിങ്ങളതിന് പകരം ഞങ്ങളെല്ലാവരും കൂടെ അടിച്ച് അവാർഡിന് വേണ്ടി നടക്കുന്നവരാണെന്ന് പറയുന്ന ഒരു ശകലം മോശം കേട്ടോ. അത് സമ്മതിക്കാൻ ഒക്കില്ല. ഞങ്ങളുടെ ആരും ഇങ്ങനെ നടക്കാറൊന്നുമില്ല, നടക്കേണ്ട ആവശ്യമില്ല. അഥവാ അത് കിട്ടിയെന്ന് വെച്ചാൽ അതിന് വലിയ മാന്യതയായിട്ട് എടുക്കുന്നുമില്ല. എന്താ വെച്ചാൽ അത് സാധാരണ ജനങ്ങളാണ് അവസാനം ഞങ്ങളുടെ വർക്കിനെ അസസ് ചെയ്യേണ്ടത്. നിങ്ങളെപ്പോലുള്ള തീർച്ചയായിട്ടും രാഷ്ട്രീയ പാർട്ടികളോട് ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല, ഒരുത്തരോടും. ഇതിപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി വിളിച്ചാലും കോൺഗ്രസ് പാർട്ടി വിളിച്ചാലും മുസ്ലിം ലീഗ് വിളിച്ചാലും BJP വിളിച്ചാലും ആര് വിളിച്ചാലും ഞങ്ങൾ ചർച്ചയ്ക്കും തയ്യാറാണ്. വൈ ഡോണ്ട് യു ഡു ദാറ്റ്? അതായത് ഇതിൻ്റെ അസഹിഷ്ണുത ഇങ്ങനെ ഒരു നമ്മുടെ സ്റ്റേറ്റ് പ്രമേയമാണ് പാസ്സാക്കുന്നത്. ഇത് എഴുത്തുകാരൊക്കെ അവാർഡിന് വേണ്ടി ഓരോ അഭിപ്രായം പറയുന്നത് അത് ഇറ്റ് വാസ് നോട്ട് കറക്റ്റ്. തീർച്ചയായും അതിനുള്ള വേദി എന്തായാലും രാധാകൃഷ്ണൻ അഭിപ്രായം പ്രസക്തമാണ്. അവരെ പോലെയുള്ള ആളുകളുടെ അഭിപ്രായം പറയാനുള്ള വേദി ഉണ്ടാവേണ്ടതാണ്. അത് പോസിറ്റീവായി തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ കാണുന്നു. അതിനകത്തൊന്നും ഒരു സംശയവുമില്ല. അങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്. അപ്പോൾ മോഹനവർമ്മ പറഞ്ഞ അല്ലെ, എല്ലാവർക്കും വ്യത്യസ്തമായ അഭിപ്രായം പറയാനുള്ള വേദിയാണ്. ഇത് ഈ വിഷയത്തിൽ വലിയ വിഭാഗത്തിന് അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചാൽ ഇതാകും സ്ഥിതി എന്ന് ചിന്തിക്കുന്ന സാഹിത്യകാരന്മാർ, മൗനം തുടരുന്ന സാഹിത്യന്മാരുണ്ടോ? ഉണ്ടെങ്കിൽ അത് അപകടകരമാണോ? എല്ലാവരും ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം അനിവാര്യമായി വരുന്നുണ്ടോ? കാരണം രാഷ്ട്രീയമൊക്കെ മാറ്റിവെക്കുക, അവിടെ ഇടതുപക്ഷം ചെയ്താലോ കോൺഗ്രസ് ചെയ്താലോ ഒക്കെ പ്രതികരിച്ചിട്ടുള്ള സമൂഹം തന്നെയാണ്. ഇവിടെ രാധാകൃഷ്ണ മേനോൻ സങ്കുചിതമായി കാണുന്നുണ്ടെങ്കിൽ ആ തലങ്ങളിലൊക്കെ ചർച്ചയ്ക്ക് സമയമില്ലാത്തത് കൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചും പ്രതികരിച്ചിട്ടുമുള്ള സമൂഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എവിടെ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം അനിവാര്യമായി വരുന്നു?
കേരളത്തിലെ എഴുത്തുകാർ മാത്രമല്ല, കേരളത്തിലെ വായനക്കാരും മുഴുവൻ ജനാധിപത്യവാദികളും ഇതിനെതിരെ പ്രതികരിക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ പ്രമേയത്തിലെ വാക്യം എന്ന് പറയുന്നത് സത്യത്തിൽ ജനാധിപത്യത്തെ പേടിപ്പിക്കുന്നൊരു വാക്യമാണ്. ഇത് ടെററൈസിങ് എന്നതാണ് ഇതിൻ്റെ പിന്നിലുള്ള അജണ്ട. ഞങ്ങൾ കൽപ്പിക്കും, നിങ്ങൾ അനുസരിക്കണം. ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു ശബ്ദം ഉയർന്നാൽ ആ ശബ്ദം ഉയർത്തുന്ന നിങ്ങൾ മാത്രമല്ല, നിങ്ങളടങ്ങുന്ന എഴുത്തുകാരുടെ സമൂഹത്തെ ആകെ ഞങ്ങൾ വിചാരണ ചെയ്യും എന്നൊരു വെല്ലുവിളിയുണ്ട് ഇതിൽ. ഇതൊരു ജനാധിപത്യത്തിൻ്റെ ഭാഷയല്ല. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എന്താ വെച്ചാൽ കേരളത്തിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. എഴുത്തുകാർക്കിടയിൽ പല തർക്കങ്ങൾ നടന്നിട്ടുണ്ട്, അതിൻ്റെ പേരിൽ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രമേയത്തിൽ ഇത്തരൊരു വാക്യമില്ല. ഈ വാക്യം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ലളിതമായിട്ടുള്ള ഒന്നല്ല. ഇത് കേരളത്തിൽ തന്നെ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളത്, അതായത് ഉത്തരേന്ത്യയിൽ പ്രയോഗിച്ച കാര്യങ്ങളാണ്. ഉത്തരേന്ത്യയിൽ പ്രയോഗിച്ച കാര്യങ്ങൾ തന്നെ കേരളത്തിൽ അതിൻ്റെ ഒരു സൈദ്ധാന്തിക രൂപീകരണം നടത്താൻ കഴിയുമോ? മറ്റർത്ഥത്തിൽ പറഞ്ഞാൽ ഫാസിസത്തിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങളിൽ ഒന്നാണ് ദൈക്ഷണിക വിരുദ്ധത. ആൻറ്റി ഇൻ്റലക്ച്വൽ എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാന സ്വഭാവമാണ്. അതിനെതിരെ പ്രതികരണം ഉണ്ടായി വരുമ്പോൾ ആ പ്രതികരണം ഇല്ലാതാക്കാൻ ലോകത്തുടനീളം ഫാസിസ്റ്റുകൾ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മാത്രമേ ഈ പ്രസ്താവനയുടെ പ്രശ്നം എന്താ വെച്ചാൽ ഈ പ്രസ്താവന വരുന്നതിന് മുമ്പ് കാര്യങ്ങളെല്ലാം ഭദ്രമായിരുന്നു എന്നുള്ളതല്ല, മറിച്ച് നേരത്തെ സ്വീകരിച്ച തെറ്റായ സമീപനങ്ങളെ ഔദ്യോഗികമായി ശരിയാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ പ്രസ്താവനയിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് ഏറ്റവും അപകടകരമായി മാറുന്നത്. യെസ്, വളരെ നന്ദി. ചർച്ചയിൽ പങ്കുചേർന്ന രാധാകൃഷ്ണ മേനോൻ, KL മോഹനവർമ്മ, KEN, വിശ്വഭദ്രാനന്ദ ശക്തിബോധി. സാംസ്കാരിക നായകർക്കെതിരെ BJP തൊടുത്തുവിട്ട രാഷ്ട്രീയ പ്രമേയം, അതായിരുന്നു ചർച്ചാ വിഷയമായ സാംസ്കാരിക നായകർ മനുഷ്യത്വമില്ലാത്തവരെന്ന് BJP. കലാകാരന്മാർക്കെതിരായ കടന്നുകയറ്റം അനുവദിക്കില്ല എന്നതേസമയം മുഖ്യമന്ത്രിയും പ്രതികരിക്കുകയുണ്ടായി.